For many are called and few are chosen. വിളിക്കപ്പെട്ടവർ അനേകർ, എന്നാൽ തിരഞ്ഞെടുത്തവർ ചുരുക്കം. ഇന്ന് ആ ഒരു കൂട്ടത്തിന്റെ മുമ്പിൽ, ഇന്ന് ആ വിളിക്കപ്പെട്ട ജനത്തിന്റെ മുമ്പിൽ ആരാധിക്കുക. ദൈവം വിശ്വസ്തനായ ദൈവമാണ്. അവൻ വാക്കുമാറാത്ത ദൈവം. എന്റെ സ്നേഹം കർത്താവെ അങ്ങേക്ക് മാത്രം തരുന്നു. കർത്താവെ എന്റേതെല്ലാം കർത്താവെ അങ്ങേക്ക് തരുന്നു. കർത്താവ്, നീ മാത്രം ആരാധനയ്ക്ക് യോഗ്യൻ, നീ മാത്രം സ്തുതികൾക്ക് യോഗ്യൻ. കർത്താവ്, പ്രാണപ്രിയ യേശുനാഥ, ജീവൻ തന്ന സ്നേഹമേ, നഷ്ടമായി പോയ എന്നെ ഇഷ്ടനാക്കി തീർത്തനാഥ. പ്രാണപ്രിയ യേശുനാഥ, ജീവൻ തന്ന സ്നേഹമേ, നഷ്ടമായി പോയ എന്നെ ഇഷ്ടനാക്കി തീർത്തനാഥ. എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം, എന്നെ മുറ്റും താരും നീതാ. എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം, എന്നെ മുറ്റും താരും നീതാ. എന്റെ ദാനവും മാനമെല്ലാം നിന്റെ മഹിമയ്ക്കായി മാറ്റി മാത്രം. ലോകസ്നേഹം തേടുകില്ല, ജീവിക്കും ഞാൻ നിനക്കായി മാത്രം. എന്റെ ദാനവും ദാനമെല്ലാം നിന്റെ മഹിമയ്ക്കായി മാറ്റി മാത്രം. ലോകസ്നേഹം തേടുകില്ല, ജീവിക്കും ഞാൻ നിനക്കായി മാത്രം. അതുകൊണ്ട് എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം, എന്നെ മുറ്റും താരും നീതാ. എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം, എന്റെ മുറ്റും താരും നീതാ. പ്രാണപ്രിയ
നഷ്ടമായി പോയ എന്നെ ഇഷ്ടനാക്കി തീർത്തുവല്ലോ പ്രാണപ്രിയ യേശുനാഥ ജീവൻ തന്ന സ്നേഹമേ നഷ്ടമായി പോയ എന്നെ ഇഷ്ടനാക്കി തീർത്തുനാഥ എന്റെ സ്നേഹം നിനക്കു മാത്രം വേറെ ആരും കവരുകില്ല എന്റേതെല്ലാം നിനക്കു മാത്രം എന്നെ മുറ്റും തരുന്നീതാ എന്റെ സ്നേഹം നിനക്കു വേറെ ആരും കവരുകില്ല എന്റേതെല്ലാം നിനക്കു മാത്രം എന്നെ മുറ്റും തരുന്നീതാ We worship you, Lord. യേശുനാഥാ അങ്ങേ പോലെ മറ്റാരുമില്ല മാനവും അങ്ങേ സ്തുതിക്കുന്നു ഭൂമിയിലെങ്ങും സ്തുതി പാടും ഞാൻ യേശുനാഥാ അങ്ങേ പോലെ മറ്റാരുമില്ല മാനവും അങ്ങേ സ്തുതിക്കുന്നു യേശുവേ ഭൂമിയിലെങ്ങും സ്തുതി പാടും ഞാൻ പാടും ഹോ സേന രാജാധിരാജൻ സ്നേഹതാതൻ മഹിമയിൽ വാഴുന്നവൻ എൻ പ്രഭുവേ കരുണാനിധേ ഞാൻ പാടും ഹോ സേന രാജാധിരാജൻ സ്നേഹതാതൻ മഹിമയിൽ വാഴുന്നവൻ എൻ പ്രഭുവേ കരുണാനിധേ എൻ പ്രഭുവേ കരുണാനിധേ എൻ പ്രഭുവേ കരുണാനിധേ എൻ പ്രഭുവേ കരുണാനിധേ അങ്ങേക്കാൾ വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ അങ്ങേക്കാൾ വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ ആദ്യനും അന്ത്യനുമായോനെ ജീവൻ ഉറവിടമായോനെ ഞാനോ നിത്യം ജീവിപ്പം സ്വയയാഗമായോനെ ആദ്യനും അന്ത്യനുമായോനെ ഞാനോ ജീവിപ്പാൻ സ്വയയാഗമായി ജീവിതത്തിൽ പലപ്പോഴും വീണു പോയെന്ന് ചിന്തിച്ചിരിക്കും.
പക്ഷേ അവന്റെ സ്നേഹം നമ്മളെ പരിപാലിച്ചു, അവന്റെ സ്നേഹം നമ്മളെ കാത്തു സൂക്ഷിച്ചു. ജീവിതത്തിൽ പല വീഴ്ചകൾ വന്നിട്ടും ഒട്ടും നിഷേധിക്കാതെ എന്നെ കേവലം സ്നേഹിച്ചു പാലിച്ചിടും തവ സ്നേഹമതുല്യമാ. എന്താതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ ആദു ചിന്തയിലാടുങ്ങ സിന്ധു സന്താതം കാണുന്നു ഞാൻ. ചിന്തയിലാടുങ്ങ സിന്ധു സമാനമായി ജീവിതത്തിൽ പല വീഴ്ചകൾ വന്നിട്ടും ഒട്ടും നിഷേധിക്കാതെ എന്നെ ജീവിതത്തിൽ പല വീഴ്ചകൾ വന്നിട്ടും എന്നെ കേവലം സ്നേഹിച്ചു. കർത്താവേ, അങ്ങ് മാത്രമാ സ്നേഹിച്ചുള്ളൂ. കർത്താവേ, കേവലം സ്നേഹിച്ചു പാലിച്ചിടും. ആയിരം 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 നാവുകളാതു വർണ്ണിപ്പാതി നേടുതോ പാതി. ആയിരം നാവുകളാതു വർണ്ണിപ്പാതി നാദി. ആയിരത്തിങ്കലോ രംശം ചൊല്ലിടുവാൻ 10,000 രംശം ചൊല്ലിടുവാൻ. ഒരു കുറിച്ച് എന്താതിശയമേ എന്താതിശയമേ ദൈവത്തിൻ സ്നേഹം. ചിന്തയിലാടുന്ന സിന്ധു സന്താനം കാണുന്നു ഞാൻ. ചിന്തയി സിന്ധു ജീവിതത്തിൽ പല വീഴ്ചകൾ വന്നിട്ടും പലരുടെ കരം എല്ലാം ഹല്ലേലൂയ തിരിച്ചെടുത്തപ്പോൾ അവന്റെ കരം മാത്രമാണ് നിന്റെ നേരെ വന്നുള്ളൂ. ലോകത്തിന്റെ സ്നേഹം എല്ലാം ഒരു കണ്ടീഷനുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പല സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ എന്ന് പറയുമ്പോൾ അതിനടിയിൽ ഒരു കണ്ടീഷൻ അവർ വെച്ചിട്ടുണ്ടാവും. അത് ലോകത്തിന്റെ സ്നേഹം. ഞാൻ മുമ്പ് വർക്ക് ചെയ്ത സ്ഥലത്ത് ലോൺ കൊടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് തൊട്ടടിയിൽ കുഞ്ഞായിട്ട് എഴുതിയിട്ടുള്ളത് ഇന്നതൊക്കെ ചെയ്താൽ ഇത്ര എമൗണ്ട് ലോൺ കിട്ടും. ഇതായിരുന്നു അവരുടെ കണ്ടീഷൻ. പക്ഷേ പലർക്കും അത് റിജക്റ്റ് ആയി പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതാ ലോകത്തിന്റെ ഓഫർ. അതല്ലെങ്കിൽ ഒരു വ്യക്തി ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് താൽക്കാലികമാണ്. എത്ര കൂടെയുണ്ടെന്ന് പറഞ്ഞാലും നിന്റെ
ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ തന്നെത്താൻ അവർ മാറിപ്പോകും. അതാ ലോകം, അതാ ലോകത്തിന്റെ സ്നേഹം. പക്ഷേ കാൽവരി ക്രൂശിൽ കർത്താവ് തന്ന സ്നേഹം, അതിനൊരു കണ്ടീഷൻ കർത്താവ് വെച്ചില്ല. എന്റെ അടുക്കൽ വരുവൻ, ഞാൻ നിന്റെ ജീവിതത്തെ തൊടും. അവനാകുന്നു വഴി, അവനാകുന്നു സത്യം. യേശു പറഞ്ഞില്ല, നീ എനിക്ക് വേണ്ടി ഇത്രയും മെഴുകുതിരി കത്തിച്ചാൽ ഞാൻ നിനക്ക് സ്വർഗം തുറക്കും. ഇല്ല. അല്ലെങ്കിൽ നീ ഇത്രയും പടി കയറിയാൽ ഞാൻ നിനക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ ചെയ്തു തരും. ഹല്ലേലൂയ. ഇന്ന് പലരും അങ്ങനെ ആക്കിയെടുക്കുക ക്രിസ്ത്യാനിറ്റി, അല്ലെങ്കിൽ ആ ഒരു വിശ്വാസത്തിന്റെ ജീവിതത്തിൽ പലരും അങ്ങനെ ആക്കിയെടുക്കുക. 2 കൊടുത്താൽ 4 തരുന്ന ദൈവമല്ല. കർത്താവ് അനുഗ്രഹിക്കും, യെസ്. പക്ഷെ അതിനുപരി കർത്താവ് നിങ്ങളുടെ കയ്യിൽ നിന്നൊന്നും പ്രതീക്ഷിക്കുന്നതല്ല. അവൻ കാൽവരി ക്രൂശിൽ മരിച്ചത് നിന്റെ പാപത്തിനും നിന്റെ രോഗത്തിനും നിന്റെ ശാപത്തിനും വേണ്ടിയിട്ടാണ്. ഒരു കണ്ടീഷൻ വെച്ച് സ്നേഹിക്കുന്ന ദൈവമല്ല എൻ്റെ യേശു. His love is unconditional. ലോകത്തിന്റെ സ്നേഹമെല്ലാം ഒരു കണ്ടീഷൻ വെക്കുമ്പോൾ my God's love is unconditional. അതാ എൻ്റെ യേശു. ഇത്രമാം സ്നേഹം അവൻ നമുക്ക് വേണ്ടി തന്നത് നീ പാപിയായിരിക്കുവാനോ, നീ രോഗിയായിരിക്കുവാനോ, അല്ലെങ്കിൽ നീ നരകത്തിൽ പോവാനല്ല. അവനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ കർത്താവ് ഒരു പുതിയ ജീവൻ അവിടെ എടുക്കുക. നിങ്ങളുടെ പഴയ മനുഷ്യൻ മരിച്ചു പോകും, നിന്റെ പുതിയ മനുഷ്യനോട് ജീവിക്കുക. ഇന്ന് ആ സ്നേഹത്തിന്റെ എന്തെങ്കിലും കിട്ടും എന്ന പ്രതീക്ഷ പ്രാർത്ഥിക്കാതെ അവന്റെ സ്നേഹം കൂടുതൽ രുചിച്ചറിയുവാനെന്ന് പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ, ഇതുവരെ നീ കണ്ടതല്ല, ഇതുവരെ നീ കേട്ടതല്ല, ഒരു മനുഷ്യൻ ചിന്തിക്കാത്ത രീതിയിൽ, ഒരു മനുഷ്യന്റെ കണ്ണ് കാണാത്തതും, ഒരു മനുഷ്യന്റെ ചെവി കേൾക്കാത്തതും, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ നിരൂപിക്കാത്തതുമായ ദൈവം തരാൻ പോകുന്നു. എന്റെ യേശുവിനെ നീ ഫോളോ ചെയ്യുമ്പോൾ, അവന്റെ സ്നേഹത്തിൽ നീ നോക്കുമ്പോൾ, അത് ദാവീദ് എഴുതിയ സങ്കീർത്തനത്തിൽ, നന്മയും കരുണയും ആയുഷ്കാലമൊക്കെ നിന്നെ പിന്തുടരും. യു ഡോണ്ട് ഹാവ് ടു ഫോളോ ഇറ്റ്. നിന്റെ ബ്ലെസ്സിങ്സും നിന്റെ എല്ലാം നിന്നെ പിന്തുടരും. ഇന്ന് ലോകമെല്ലാം പണത്തിന്റെ പുറകിൽ പോകുമ്പോൾ, ഹല്ലേലൂയ, വിശ്വാസികൾക്ക് പറയാം, പണമല്ല ഇമ്പോർട്ടന്റ്, ഹല്ലേലൂയ, അല്ലെങ്കിൽ ഭൗതികമായ ഒന്നുമല്ല ഇമ്പോർട്ടന്റ്. ഇറ്റ്സ് ഇമ്പോർട്ടന്റ്. പക്ഷേ അതിനുപരി എല്ലാം എൻ്റെ യേശുവിനെ സ്നേഹിക്കുമ്പോൾ, എൻ്റെ യേശുവിനെ നീ വിളിക്കുമ്പോൾ, ബാക്കിയെല്ലാം തന്നെ നിന്റെ ജീവിതത്തിൽ ആഡ് ആയിക്കോളും. ഹല്ലേലൂയ. ഇന്ന് ആർക്കൊക്കെ സന്തോഷമുണ്ട് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുവാൻ? ഇന്ന് ഒറ്റൊരു റിക്വസ്റ്റ്, ഞാൻ ഇനി ഈ റിക്വസ്റ്റ് ഞാൻ പറയത്തില്ല. എനിക്ക് ഒറ്റൊരു റിക്വസ്റ്റേ ഉള്ളൂ. ഇന്ന് മാത്രം ഞാൻ ചോദിക്കുന്ന ഒറ്റ റിക്വസ്റ്റ്, ഇഫ് യു ക്യാൻ ടേൺ ഓൺ യുവർ വീഡിയോസ്. എല്ലാവർക്കും അവരുടെ വീഡിയോസ് ഓൺ ചെയ്യാൻ പറ്റുവാണെങ്കിൽ, കാരണം ഐ ആം നോട്ട് ഷുവർ ഇഫ് ഐ ക്യാൻ സേ ദിസ്, നമ്മുടെ സൂമിന്റെ അവസാനത്തെ ഞായറാഴ്ചയാണിത്. ഈ സൂമിന്റെ മീറ്റിംഗ് നമ്മുടെ കഴിഞ്ഞു. അടുത്ത ആഴ്ച മുതൽ നമ്മൾ ഇൻ പേഴ്സൺ കൂടാൻ പോവുകയാണ്. ഇഫ് യു ക്യാൻ ടേൺ ഓൺ യുവർ വീഡിയോസ്, ലൈക്ക് ഒരുമിച്ച് അടുത്ത ആഴ്ച നമ്മൾ നേരിട്ട് കാണും. അപ്പൊ വീഡിയോയുടെ അകത്ത് നമ്മൾ കാണുന്നതിന് ഇറ്റ്സ് ഓക്കേ. ഹല്ലേലൂയ. ഇന്ന് ആർക്കൊക്കെ സന്തോഷമുണ്ട് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുവാൻ? അവൻ മാത്രം അവിശ്വസിച്ചു. നമ്മൾ ആരാധിക്കുമ്പോൾ, ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഓരോ കാര്യങ്ങൾ ഓർക്കുമ്പോൾ, ഇന്ന് ആർക്കൊക്കെ പറയാൻ പറ്റും, വീഡിയോ ഓൺ ചെയ്തില്ലെങ്കിലും ഇറ്റ്സ് ഫൈൻ, ആരും ഓൺ ചെയ്തിട്ടില്ല, ഇറ്റ്സ് ഓക്കെ, ഡാനി ചാലിച്ച ഒഴികെ, ബട്ട് ഇറ്റ്സ് ഫൈൻ. ഇഫ് യു ക്യാൻ സേ, കഴിഞ്ഞ ആഴ്ചയിൽ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതമെങ്കിലും തന്നു, അല്ലെങ്കിൽ ഒരു അത്ഭുതമെങ്കിലും ദൈവം ചെയ്തു എന്ന് പറയുന്നത്, ആ ഇമോജി എങ്കിലും അന്ന് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, ഇഫ് യു ക്യാൻ റേസ് ദ ഹാൻഡ് ഓൺ ദാറ്റ് സൂം. ഹല്ലേലൂയ. താങ്ക് യു ബ്രദർ സിസ്റ്റർ. ജീവിതത്തിൽ ഹല്ലേലൂയ, ഒന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നും നിങ്ങൾ സൗഖ്യം കണ്ടില്ല, അല്ലെങ്കിൽ അത്ഭുതം കണ്ടില്ല, അല്ലെങ്കിൽ ദൈവം ഒന്നും ചെയ്തില്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ, ഞാൻ നിങ്ങൾക്കുള്ള സാക്ഷ്യം ഞാൻ നിങ്ങൾക്ക് പറയാം. ഈ എടുക്കുന്ന ശ്വാസം തിരിച്ചു വിടുന്നതും കർത്താവിന്റെ കൃപയാണ്. ഹല്ലേലൂയ. ഇന്ന് ഈ കരം പൊക്കാൻ പറ്റുന്നുണ്ടെങ്കിലും അത് കർത്താവിന്റെ കൃപയാണ്. ഈ ലോകത്തിൽ ഇന്ന് ജീവനോടെ ഇരിക്കുന്നുണ്ടെങ്കിലും അത് കർത്താവിന്റെ കൃപയാണ്, അത് സ്നേഹമാണ്. ഇന്ന് ഹല്ലേലൂയ,
പലരും ജീവിതം കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പരീക്ഷണങ്ങൾ നടത്തുമ്പോൾ, അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡ് അത് കണ്ടുപിടിക്കുമ്പോൾ, ഹല്ലേലൂയ, അത് ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ആർട്ടിക്കിൾ വായിക്കാൻ, വൺ ഓഫ് ദി ബില്യനേഴ്സ് ചെയ്യുന്ന, പുള്ളിക്കാരൻ ഓൾമോസ്റ്റ് ഏജ്ഡ് ആയി, ഹി ജസ്റ്റ് വാണ്ട് ടു എക്സ്റ്റെൻഡ് ഹിസ് ലൈഫ്, കൂടുതൽ ജീവിതത്തിൽ കുറച്ചുകൂടി ആയുസ് കിട്ടാൻ വേണ്ടിയിട്ട് ഹിസ് ഡൂയിങ് എ ട്രീറ്റ്മെന്റ്. അത് എവിടെ എത്തിയിട്ടില്ല. ഇന്ന് നമ്മുടെ ജീവിത കർത്താവ് നമുക്ക് ഇത്രയും ജീവൻ തന്നിട്ടുണ്ടെങ്കിൽ, ഈ ശ്വാസം ഒന്ന് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അത് അവന്റെ കൃപയാണ്, അത് അവന്റെ കരുതലാണ്. നമ്മൾ ഇന്ന് ആരാധിക്കുമ്പോൾ അവൻ നല്ലവനാണ്, അവൻ വല്ലഭനാണ്, അങ്ങനെ വിശ്വസിക്കുന്ന ആരൊക്കെയുണ്ട്? ആരൊക്കെ പറയും എന്റെ യേശു നല്ലവൻ, എന്റെ യേശു വല്ലഭൻ? അതുകൊണ്ട് പാട്ടുകാരൻ എഴുതി, അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്, അവൻ വല്ലഭനല്ലോ, സ്തുതി എന്നും അവനെ. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്, അവൻ വല്ലഭനല്ലോ, സ്തുതി എന്നും അവൻ. ഇന്ന് ആർക്കൊക്കെ സന്തോഷമുണ്ട് ദൈവത്തെ ആരാധിക്കുവാൻ? അങ്ങനെ പറയുന്ന ചെയ്യുന്ന കരങ്ങളെ തട്ടിക്കൊണ്ട് ഭൂവാസികളെ യഹോവയ്ക്കർപ്പിടുവിൻ, ഭൂവാസികളെ യഹോവയ്ക്കർപ്പിടുവിൻ. സന്തോഷത്തോടെ സന്തോഷത്തോടെ പാടുവിൻ, സംഗീതത്തോടെ വന്നു കൂടുവിൻ, സംഗീതത്തോടെ സ്തുതി പാടുവിൻ, സംഗീതത്തോടെ വന്നു കൂടുവിൻ. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്, അവൻ വല്ലഭനല്ലോ, സ്തുതി എന്നും അവനെ. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്, അവൻ വല്ലഭനല്ലോ, സ്തുതി എന്നും അവനെ. യഹോവ തന്നെ ദൈവമെന്നറിവിൻ, അവൻ നമ്മെ മെനഞ്ഞുവല്ലോ. യഹോവ തന്നെ ദൈവമെന്നറിവിൻ, അവൻ നമ്മെ മെനഞ്ഞുവല്ലോ. അവൻ നമുക്കുള്ളവൻ, നാം അവനുള്ളവൻ, അവനെ സ്തുതിച്ചിടുവിൻ. അവൻ നമുക്കുള്ളവൻ, നാം അവനുള്ളവൻ, അവനെ സ്തുതിച്ചിടുവിൻ. അവൻ നല്ലവൻ, അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്, അവൻ നല്ലവനല്ലോ, സ്തുതി എന്നും അവനെ. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്, അവൻ വല്ലഭനല്ലോ, സ്തുതി. യഹോവ തന്നെ വിശ്വസ്തനെന്നറിവിൻ, അവൻ നമ്മെ വിടുവിച്ചല്ലോ. യഹോവ തന്നെ വിശ്വസ്തനെന്നറിവിൻ, അവൻ നമ്മെ വിടുവിച്ചല്ലോ. അവൻ നല്ല ഇടയൻ, തന്റെ ആടുകൾ അവനെ സ്തുതിച്ചിടുവിൻ. അവൻ നല്ല ഇടയൻ, തന്റെ ആടുകൾ അവനെ സ്തുതിച്ചിടുവിൻ. അവൻ നല്ലവൻ, അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്, അവൻ വല്ലഭനല്ലോ, സ്തുതി എന്നും അവനെ. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്, അവൻ വല്ലഭനല്ലോ, സ്തുതി. ഭൂവാസികളെ ഭൂവാസികളെ യഹോവയ്ക്കർപ്പിടുവിൻ, ഭൂവാസികളെ യഹോവയ്ക്കർപ്പിടുവിൻ. സന്തോഷത്തോടെ സ്തുതി പാടുവിൻ, സംഗീതത്തോടെ വന്നു കൂടുവിൻ, സന്തോഷത്തോടെ സ്തുതി പാടുവിൻ, സംഗീതത്തോടെ സ്തുതി കൂടുവിൻ. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്, അവൻ അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്, അവൻ. സിയോൻ യാത്ര, അതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. സിയോൻ യാത്ര, അതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. അബ്രഹാമിൻ ദൈവം, അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. സിയോൻ യാത്ര, അതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. സിയോൻ യാത്ര, അതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. ലോകത്തിൻ ദൃഷ്ടി
ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു ഭോഷനായി തോന്നിയാലും ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠമായി മാറിയിടുന്നു. ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു ഭോഷനായി തോന്നിയാലും ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനായി മാറി. എന്തുകൊണ്ട്? അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. മുട്ടോളമല്ല അരയോളം പോരാ, വലിയൊരു ജീവ നദിയൊഴുകാം. മുട്ടോളമല്ല അരയോളം പോരാ, വലിയൊരു ജീവ. നീന്തിയിട്ടല്ലാതെ കടപ്പമയ്യാത്ത നീരുറവ ഇന്നു തുറക്കാനാഥ. നീന്തിയിട്ടല്ലാതെ കടപ്പമയ്യാത്ത നീരുറവ ഇന്നു. സൈന്യത്താലെയല്ല, ശക്തിയാലെയല്ല, ദൈവത്തിന്റെ ആത്മാശക്തിയാലത്രയും. സൈന്യത്താലെയല്ല, ശക്തിയാലെയല്ല, ദൈവത്തിന്റെ ആത്മാശക്തിയാലത്രയും. ആർക്കു പാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം, ദൈവസഭ പണിയാം. ആർക്കു പാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം, ദൈവസഭ. മുട്ടോളമല്ല അരയോളം പോരാ, വലിയൊരു ജീവ നദിയൊഴുകാം. മുട്ടോളമല്ല അരയോളം പോരാ, വലിയൊരു ജീവ നദിയൊഴുകാം. നീന്തിയിട്ടല്ലാതെ കടപ്പമയ്യാത്ത നീരുറവ ഇന്നു തുറക്കാനാഥ. നീന്തിയിട്ടല്ലാതെ കടപ്പമയ്യാത്ത. എനിക്കുള്ള ആഹാരം യഹോവയിരേ, പാർപ്പിടവും നല്ല വസ്ത്രവും യഹോവയിരേ. എനിക്കുള്ള ആഹാരം യഹോവയിരേ, പാർപ്പിടവും നല്ല വസ്ത്രവും യഹോവയിരേ. തൻ മകനായി ജീവിക്കും ഞാൻ, തൻ വഴിയെ നടക്കും ഞാൻ, തൻ വചനം ഘോഷിക്കും ഞാൻ. യഹോവയിരേ, യഹോവയിരേ, ഇരേ ഇരേ, യഹോവയിരേ, ഇരേ ഇരേ, യഹോവയിരേ, ഇരേ ഇരേ, യഹോവയിരേ, ഇരേ. എനിക്കുള്ള ആഹാരം യഹോവയിരേ, പാർപ്പിടവും നല്ല വസ്ത്രവും യഹോവയിരേ. എനിക്കുള്ള ആഹാരം യഹോവയിരേ, പാർപ്പിടവും നല്ല വസ്ത്രവും യഹോവയിരേ. തൻ മകനായി ജീവിക്കും ഞാൻ, തൻ വഴിയെ നടക്കും ഞാൻ, തൻ വചനം ഘോഷിക്കും ഞാൻ. യഹോവയിരേ, യഹോവയിരേ, ഇരേ ഇരേ, യഹോവയിരേ, ഇരേ ഇരേ, യഹോവയിരേ, ഇരേ ഇരേ, യഹോവ. നന്ദി യേശുവേ. എല്ലാവരും ചേർന്ന് അന്യഭാഷകളിൽ ദൈവാത്മാവേ സ്തുതിക്കുന്നു കർത്താവേ. We worship you Lord. Hallelujah. നന്ദി യേശുവേ. കർത്താവേ നന്ദി കർത്താവേ, തന്ന ദിവസത്തിനായി നന്ദി കർത്താവേ. ജോയിൻ ചെയ്ത ഓരോ വ്യക്തി ജീവിതങ്ങളിലും ഈ നിമിഷം കർത്താവേ രൂപാന്തരത്തിന്റെ ശക്തി.
ചെന്ന് അല്പനേരം ദൈവസന്നിധിയിൽ എല്ലാവരും ചെന്ന് ആരാധിച്ച് ദൈവത്തിന്റെ ആത്മാവ് ഈ നിമിഷം ഓരോ വ്യക്തി ജീവിതങ്ങളിലും എവിടെയെല്ലാം അടങ്ങിയിരിക്കുന്നു ആ വാതിലുകൾ ഈ നിമിഷം യേശുവിൻ നാമത്തിൽ ഓ യേശുവേ ദൈവത്തിന്റെ ആത്മാവ് ഈ നിമിഷം ഓരോ വ്യക്തി ജീവിതത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. അവൻ ഈ നിമിഷം ഓരോ വ്യക്തി ജീവിതത്തിൽ വെളിപ്പാടിന്റെ നിറവ് നന്ദി യേശുവേ. ഈ നിമിഷം ദൈവ സാന്നിധ്യം നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. The presence of the Lord is moving in this place right now. ജോയിൻ ചെയ്ത ഓരോ വ്യക്തി സ്ഥലങ്ങളിലും ആ ഇരിക്കുന്ന സ്ഥലത്ത് എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ ഒന്ന് സ്തുതിച്ചാട്ടെ ദൈവത്തിന്റെ സന്നിധിയിൽ. Surrender yourself in the presence of the Lord. எனக்காய் மறுதீரே எனக்காய் வாழ்வே எனக்காய் மறுதீரே உமக்காய் வாழ்வே உம்மை நேசிக்கிறேன் നിന്നെ സ്നേഹിക്കുന്നേ ഉമ്മ നേസിக்கிறேன் ഉമ്മ നേസിக்கிறேன் ഉമ്മ നേസിக்கிறேன் ഉമ്മ നേസിக்கிறேன் ഉമ്മ നേസിக்கிறேன் ഉമ്മ നേസിக்கிறேன் എൻ ജീവൻ നീർത്താൻ എൻ സ്തുതിയും നീർത്താൻ എൻ ജീവൻ നീർത്താൻ എൻ സ്തുതിയും നീർത്താൻ எனக்காய் மறுதீரே உமக்காய் வாழ்வே எனக்காய் மறுதீரே உமக்காய் வாழ்வே உம்மை நேசிக்கிறேன் உம்மை நேசிக்கிறேன் உம்மை நேசிக்கிறேன் உம்மை நேசிக்கிறேன் ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ ലോകക്കാരെല്ലാരും കൈവേടിഞ്ഞിടുമ്പോൾ ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ ലോകക്കാരെല്ലാരും കൈവേടിഞ്ഞിടുമ്പോൾ സ്വന്ത സഹോദര തള്ളിക്കളയുമ്പോൾ യൗസേഫിൻ ദൈവമെൻ കൂട്ടാൻ അങ്ങനെ വിശ്വസിക്കുന്ന പാടിയാട്ടെ സ്വന്ത സഹോദര തള്ളിക്കളയുമ്പോൾ യൗസേഫിൻ ദൈവമെൻ കൂട്ടാളിയാ പരനേ നിന്നെ കാണാൻ എനിക്കധികം കൊതിയുണ്ടേനേശുവേ പരനേ നിന്നെ കാണാൻ എനിക്കധികം കൊതിയുണ്ട് പരനേ നിൻ പരനേ മുഖം കണ്ടു കോതി തീരാനുണ്ടെനിക്കാശ കണ്ടു കോതി തീരാനുണ്ടെനിക്കാശ കർത്താവേ
അങ്ങേ കാണുവാൻ കർത്താവേ, അങ്ങയുടെ സാന്നിധ്യത്തിൽ കർത്താവെ ചേർന്നിരിക്കുവാൻ കർത്താവെ, അങ്ങയുടെ വരവിനായി കർത്താവെ ഞങ്ങൾ കാത്തിരിക്കുന്നു കർത്താവെ. കർത്താവെ, ആ അഭിഷേകത്തിന്റെ ശക്തി കുറയാതെ വണ്ണം ദിനം പ്രതി കൂടുവാനും കർത്താവെ, അങ്ങയുടെ വരവോളം ആ സാന്നിധ്യം, ആ അഭിഷേകത്തിന്റെ തീ കർത്താവെ, ആ എണ്ണ കർത്താവെ വറ്റാതെ, ആ എണ്ണ കർത്താവെ തീരാതെ കർത്താവെ, കാന്തനെ കാണുവാൻ, പ്രിയനെ കാണുവാൻ ഇടയാക്കണമേ കർത്താവെ. അറിഞ്ഞോ അറിയാതെ ചെയ്ത തെറ്റുകളെ ക്ഷമിക്കണമേ കർത്താവെ. കർത്താവ്, ഇന്നത്തെ ആരാധന ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ബ്ലസ് ചെയ്യണമേ കർത്താവെ. ദേവദാസൻ വചനം സംസാരിക്കുമ്പോൾ കർത്താവെ, ആ വചനം കർത്താവെ ഏറ്റവും കർത്താവെ അനുഗ്രഹമായി തീരുവാൻ കർത്താവെ, അത് ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ അതൊരു നല്ല വിത്താക്കി മാറ്റണമേ കർത്താവെ. ജോയിൻ ചെയ്ത ഓരോ വ്യക്തി ജീവിതങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. 2-3 പേർ തന്നെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യ വരുമെന്ന് പറഞ്ഞവൻ കർത്താവെ, ഈ സാന്നിധ്യം കർത്താവ്, ഈ സൂം മീറ്റിംഗിൽ കർത്താവ് ഞങ്ങളുടെ സാന്നിധ്യം പ്രവർത്തിക്കണമേ കർത്താവെ. അതെ, രോഗികളെ വന്നിട്ടുണ്ടല്ലോ കർത്താവെ, കടഭാരത്താൽ കർത്താവെ, പേഴ്സണൽ ഇഷ്യൂസ് കർത്താവെ, ഫാമിലി ഇഷ്യൂസ് എല്ലാമായി നിൽക്കുന്നവരുണ്ടല്ലോ കർത്താവെ, അവരെല്ലാം ജീവിതത്തിൽ കർത്താവെ ഒരു അനുഗ്രഹം കർത്താവെ, ഒരു സമാധാനം കർത്താവെ ഇടയാക്കണം കർത്താവെ. സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ തകർക്കത്തില്ല കർത്താവെ. ഈ സഭ അങ്ങയുടേതാണല്ലോ കർത്താവെ. ഞങ്ങളുടെ കഴിവോ ഞങ്ങളുടെ ഒന്നുമല്ല കർത്താവെ. It is not by might, it is not by power, it is by spirit, Lord. ഇത് സൈന്യത്താലെയല്ല, ഇത് ശക്തിയാലെയല്ല, ഇത് അങ്ങയുടെ ആത്മാവിന്റെ ശക്തിയാലാണ്. We pray, Lord, we believe that you're going to do something great in coming days, Lord. ഈ ആഴ്ചയിൽ കർത്താവെ, എവിടെയെല്ലാം തീർന്നു, എന്തെല്ലാം കഴിഞ്ഞു, എന്തെല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞു, അവിടെയെല്ലാം കർത്താവെ മാനിക്കണമേ കർത്താവെ. അല്ലെങ്കിൽ അവിടെയെല്ലാം കർത്താവെ ഉയർത്തണമേ കർത്താവെ. നിങ്ങൾ വാലല്ല, നിങ്ങൾ തലയാകുമെന്ന് അങ്ങ് പറഞ്ഞതാണല്ലോ. For many are called, but few are chosen. വിളിക്കപ്പെട്ടവർ അനേകം, എന്നാൽ തിരഞ്ഞെടുത്തവർ ചുരുക്കം. കർത്താവെ, ആ ഒരു ഭാഗത്തിൽ കർത്താവെ ഞങ്ങൾ ആ ഒരു ഭാഗമാകാൻ, അതിൻ്റെ ഒരു പാർട്ടാകുവാൻ തന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവെ. തന്ന നല്ല ദിവസത്തിനായി നന്ദി പറയുന്നു കർത്താവെ. ഇതുവരെ കരുതി, ഇതുവരെ പുലർത്തി കർത്താവെ നന്ദി പറയുന്നു കർത്താവെ. വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരെ കർത്താവെ. ഈ ആരാധനകൾ അങ്ങയുടെ സന്നിധിയിൽ ഹല്ലേലൂയ പ്രസാദകരമായി വിശ്വസിക്കുന്നു കർത്താവെ. കർത്താവെ, ദേവദാസനോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ജെൻസൺ ബ്രദർ കർത്താവ്, ജെൻസൺ പാസ്റ്റർ കർത്താവെ, വചനം സംസാരിക്കുമ്പോൾ അങ്ങനെ തീ കർത്താവ്, അങ്ങനെ അഭിഷേകത്താൽ നിറക്കണമേ കർത്താവെ. ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആകുവാൻ കർത്താവെ, ഒഴുകുന്ന ഒരു അനുഗ്രഹം കർത്താവെ, കവിഞ്ഞൊഴുകുന്ന ഒരു അഭിഷേകത്താൽ നിറക്കണമേ കർത്താവെ. അവൻ എന്നെ തലയെ അഭിഷേകം കൊണ്ട് നിറയ്ക്കുന്നു എന്ന് പറയുവാൻ അങ്ങയുടെ ദൈവാത്മാവിന്റെ പ്രവൃത്തി നടക്കണമേ കർത്താവെ. വിശ്വസിക്കുന്നു എല്ലാം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. God bless you. അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടി ഇന്ന് വൈകിയവേളയിൽ ആരാധനയ്ക്കായി ഈ സൂം മീറ്റിങ്ങിലൂടെ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ കർത്താവിനെ പാടുവാനും ആരാധിക്കുവാനും കർത്താവ് വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥന്റെ സാന്നിധ്യം നമ്മൾ ഈ നോവാസ്കോഷ്യയുടെ അല്ലെങ്കിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഇരുന്ന് കൂടുവാണെങ്കിൽ കൂടി നമ്മൾക്ക് കർത്താവിന്റെ സാന്നിധ്യം തിരിച്ചറിയാൻ ദൈവമായ കർത്താവ് ഇവിടെ ആക്കുന്നല്ലോ. ദൈവം നമ്മെ ധാരാളമായി സഹായിക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. തുടർന്നുള്ള അല്പനിമിഷം പ്രാർത്ഥനാ വിഷയങ്ങൾ, സാക്ഷിയിൻ വചനങ്ങൾ ദൈവസഭയോട് അറിയിക്കുവാൻ ദൈവമക്കളിൽ ആർക്കെങ്കിലും കർത്താവ് പ്രേരണ നൽകി തരുന്നുണ്ടെങ്കിൽ അതിനുള്ള സമയമായിട്ട് മാറ്റിവെക്കുകയാണ്. പ്രാർത്ഥനാ വിഷയങ്ങൾ സഭയോട് അറിയിക്കുവാനുണ്ടെങ്കിൽ, പ്രാർത്ഥിച്ച വിഷയങ്ങൾക്ക് ദൈവം മറുപടികളെ നൽകി തന്നിട്ടുണ്ടെങ്കിൽ സാക്ഷിയിലൂടെ ദൈവസന്നിധിയിൽ അറിയിക്കാം. അതിനായി സമയത്തെ വേർതിരിക്കുന്നു. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ നാം പ്രാർത്ഥിച്ചു വന്ന വിഷയങ്ങളെല്ലാം ദൈവമക്കൾക്ക് സുപരിചിതമാണ്. നമ്മളായിരിക്കുന്ന പട്ടണത്തിന് വേണ്ടി നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.
ഇവിടെയുള്ള കോവിഡിന്റെ കേസസ് മാറുവാനും ദൈവമക്കൾക്ക് ഒരുമിച്ച് കൂടി ദൈവത്തെ ആരാധിക്കാനുള്ള വഴികളെ കർത്താവ് ഒരുക്കുവാനും വേണ്ടി നാം ദൈവസന്നിധിയിൽ നിരന്തരം പ്രാർത്ഥിക്കുകയായിരുന്നു. ഈ പ്രൊവിൻസിലെ കോവിഡ് നമ്പേഴ്സ് വളരെ കുറവിലേക്ക് എത്തിയിരിക്കുകയാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് വീണ്ടും ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിക്കാം. നമ്മളുടെ സഭയെയും കൂട്ടായ്മകളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ട്. നാം ഈ കൂട്ടായ്മ ആരംഭിച്ച നാൾ മുതൽ ഇന്ന് വരെയും പരിശുദ്ധാത്മാവ് ത്രിയേക ദൈവത്തിന്റെ വലിയ സാന്നിധ്യം നമുക്ക് രുചിച്ചറിയുവാൻ ഇടയായി തീർന്നു. ഓരോ ദിനവും ദൈവം നമ്മുടെ സഭയെ വളർത്തുന്നു. പുതിയ വ്യക്തികളെ, പുതിയ കുടുംബങ്ങളെ കർത്താവ് നൽകി തരുന്നു. നമ്മുടെ കൂട്ടായ്മ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമക്കൾ, ഒരു നിമിഷം മൈക്ക് ഓൺ ചെയ്യാൻ കഴിയുന്നവര് ഈ പ്രാർത്ഥനാ വിഷയങ്ങൾ പറയുമ്പോൾ ഒരുമിച്ച് നമുക്കൊന്ന് സ്തോത്രം ചെയ്യാം. നമ്മളായിരിക്കുന്ന പട്ടണങ്ങൾക്ക് വേണ്ടി നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മളായിരിക്കുന്ന ദേശത്തിന് വേണ്ടി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമ്മളുടെ സഭയെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യൗവനക്കാരെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കുടുംബസ്ഥരായിരിക്കുന്നവരെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവിനാൽ ഒരുമിച്ച് തുടങ്ങിയിരിക്കുന്ന കുടുംബ ജീവിതങ്ങൾ ഒരു വിധത്തിലും ശിഥിലമായി പോകാതെ പരിശുദ്ധാത്മാവിനോടൊപ്പം ചേർന്ന് ആ കുടുംബ ജീവിതത്തെ പടുത്തുയർത്തുവാൻ ദൈവം ഏവരെയും ബലപ്പെടുത്തുന്നതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമ്മുടെ സഹോദരങ്ങളുടെ PR, പേപ്പർ വർക്കുകൾ, വർക്ക് പെർമിറ്റ്, സ്റ്റഡി പെർമിറ്റ്, സ്പൗസ് വിസ, ട്രാവൽ വിസ, അങ്ങനെയുള്ള എല്ലാ ഡോക്യുമെന്റേഷൻസിനും കർത്താവിന്റെ കരം കൂടി ഇരിക്കേണ്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. നമ്മുടെ സഹോദരങ്ങളിൽ ചിലർ ഈ ആഴ്ച എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു. ദൈവത്തിന്റെ കൃപ കൂടി ഇരിക്കേണ്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. IELTS, SELPIP, RNRPN എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നമ്മുടെ പ്രിയ സഹോദരങ്ങളെ കർത്തൃകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എക്സാംസിനായിട്ട് 1 മണിക്കൂറൊക്കെ അവർക്ക് യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട്. യാത്രകളിൽ ദൈവത്തിന്റെ കൃപ കൂടി ഇരിക്കട്ടെ. അപ്പിയർ ചെയ്യുന്ന സെന്ററിൽ ദൈവത്തിന്റെ കൃപ കൂടി ഇരിക്കട്ടെ. അവർക്ക് കിട്ടുന്ന ഡിവൈസസിൽ ദൈവത്തിന്റെ കൃപ കൂടി ഇരിക്കട്ടെ. അവരുടെ ബുദ്ധിമണ്ഡലത്തെ കർത്താവ് തുറക്കട്ടെ. ഉന്നതമായ വിജയം ദൈവത്തിന്റെ മക്കൾക്ക് കർത്താവ് കൊടുക്കേണ്ടനായി നമുക്ക് ശ്രദ്ധയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമ്മുടെ പ്രിയ ജെറിച്ചാന്റെയും ചേച്ചിയുടെയും മൂത്ത മകൾ അബിഗയിലിന്റെ ബർത്ത്ഡേ ആണ് ഈ വരുന്ന ബുധനാഴ്ച. പ്രിയ കുഞ്ഞിനെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് സ്തോത്രം ചെയ്യാം. നാട്ടിലായിരിക്കുന്ന പ്രിയ പൈതല് അടുത്ത ബർത്ത്ഡേയിൽ അവർ മാതാപിതാക്കള് കുഞ്ഞുങ്ങൾ ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാൻ, ദൈവത്തിന്റെ സന്നിധി സന്തോഷിക്കുവാൻ അവസരങ്ങളെ കർത്താവ് ഒരുക്കേണ്ടനായി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രിയ പൈതലിന്റെ വിസയോടുള്ള ബന്ധത്തിൽ അവർ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുന്നു. നല്ല രീതിയിൽ ദൈവത്തിന്റെ കരം അവർക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടനായി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. തുടർന്ന് നാം കേൾക്കുന്ന ദൈവവചനത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചു നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവദാസനിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് ഇടപെടുവാൻ, ദൈവത്തിന്റെ ശബ്ദം നമ്മളെ കേൾപ്പിക്കുവാൻ, ദൈവത്തിന്റെ കൃപകൾ നമ്മൾ രുചിച്ചറിയുവാൻ കഴിഞ്ഞ രാത്രി കാലങ്ങളിൽ നമ്മളോട് അരുളി ചെയ്ത ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രികാലം ദൈവദാസനിലൂടെ അതിശക്തമായി നമ്മളോട് സംസാരിക്കേണ്ടനായി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. പ്രത്യേകാല കർത്താവിന്റെ നാമത്തിന് വേണ്ടി സ്തോത്ര കാഴ്ച വഴിപാടുകളിലൂടെ ദശാംശങ്ങളിൽ കൂടി ദൈവം രാജ്യത്തിന് വേണ്ടി കരങ്ങളെ നീട്ടുന്ന ദൈവമക്കളുണ്ടല്ലോ. കരങ്ങളെ നീട്ടുവാൻ കഴിയാതായിരിക്കുന്നവരുമുണ്ട്. ദൈവം എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കേണ്ടനായി നമുക്ക് പ്രാർത്ഥിക്കാം. 30, 60, 100 മേനിയായ അനുഗ്രഹങ്ങളെ ദൈവം ഏവരുടെ മേലും പകരട്ടെ. ഏവരുടെയും സാമ്പത്തിക ഉറവിടങ്ങളുടെ മേൽ ദൈവത്തിന്റെ കരം കൊണ്ടിരിക്കട്ടെ. ദൈവശക്തി അവരോട് കൂടെ ഇരിക്കേണ്ടനായി നമുക്ക് സ്തോത്രം ചെയ്യാം. നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നാം എല്ലാവരും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്ന ഒരാൾക്ക് ശബ്ദമുയർത്തി വിഷയങ്ങളെ വഹിച്ച് ദൈവസന്നിധിയിലെ മധ്യസ്ഥ ചെയ്ത് പ്രാർത്ഥിക്കാവുന്നതാണ്. Praise the Lord. Hallelujah. 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 Amen, 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 amen. Hallelujah. 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 Hallelujah.
പരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ നല്ല കർത്താവേ, സ്വർഗീയ പിതാവേ, വീണ്ടും ഒരിക്കൽ കൂടി സഭയായ ഇടങ്ങൾക്ക് ഒരുമിച്ച് കൂടി ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഇപ്രകാരം ഒരു അനുഗ്രഹിക്കപ്പെട്ട അവസരം കർത്താവ് ഒരുക്കി തന്നതിനാൽ ഇടങ്ങളങ്ങേക്ക് നന്ദി അർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ഇടങ്ങളുടെ സഭയെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതുവരെയും വഴി നടത്തിയ നല്ല നാഥനെ നിങ്ങളുടെ സന്നിധിയിലേക്ക് അടിയങ്ങളുടെ സഭയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പുതിയൊരു മാസത്തിലേക്ക് കർത്താവ് ഈ വരുന്ന ആഴ്ചക്കാലം അടിയങ്ങൾ പ്രവേശിക്കുന്നു. കർത്താവിന്റെ കരമടിയങ്ങളോട് കൂടെ ഇരിക്കണമേ. ഞങ്ങളുടെ കൂട്ടായ്മയിലെ കുഞ്ഞുങ്ങളെയും യൗവനക്കാരെയും ബാലകരെയും സഹോദരി സഹോദരങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഇതുവരെയും അങ്ങയുടെ സാന്നിധ്യം അടിയങ്ങൾ ഓരോരുത്തരോടും കൂടെ ഉണ്ടായിരുന്നുവല്ലോ. ഞങ്ങൾ ചോദിച്ചതിലും നനച്ചതിലും അത്യന്തം ശ്രേഷ്ഠമായി ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളെ വഴി നടത്തുന്ന കർത്താവിന്റെ കൃപയ്ക്കായും കരുണയ്ക്കായും അടിയങ്ങൾ നന്ദി അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇന്ന് രാത്രികാലം കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും പേരുപേരായ കുടുംബമായി ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കടന്നു വരുവാൻ കഴിയാതെ ജോലിയോടുള്ള ബന്ധത്തില് ജീവിതത്തിന്റെ പലവിധമായ മുകുരങ്ങളിലായിരിക്കുന്നവരെ ഓർത്തടിയങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, നിങ്ങളുടെ കരങ്ങളിലേക്ക് സഭയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നാളിതുവരെയും അടിയങ്ങളുടെ ജീവിതത്തിൽ നൽകി തന്നിരിക്കുന്ന എല്ലാ ആത്മീക ഭൗതിക അനുഗ്രഹങ്ങൾക്കായും അടിയങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്ന കർത്താവേ, ഇന്നുവരെയും അടിയങ്ങളെ സൂക്ഷിച്ചു. അങ്ങയുടെ കണ്ണിലെ കൃഷ്ണമണിയെ പോലെ അടിയങ്ങളെ പരിപാലിച്ചു. അടിയങ്ങളുടെ ജീവനും ഭക്തിക്കും ആവശ്യമായ എല്ലാ നന്മകളും അങ്ങ് നൽകി തന്നു. രാത്രികാലം കർത്താവ് അടിയങ്ങൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നന്ദിയുള്ള ഹൃദയത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ അടുത്തു വരുന്ന കർത്താവേ, കഴിഞ്ഞ 3 ദിനരാത്രങ്ങൾ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ആയിരിക്കാൻ ഞങ്ങളുടെ മക്കളാകുന്ന അടിയങ്ങളെ ബലപ്പെടുത്തിയതിനാൽ നന്ദി അർപ്പിക്കുന്നു. കർത്താവ്, ഈ ദിനങ്ങളിൽ എക്സാംസിന് അപ്പിയർ ചെയ്യുന്ന പ്രിയ സഹോദരങ്ങളെ ഓർത്തടിയങ്ങൾ മധ്യസ്ഥ ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവരുടെ ബുദ്ധിമണ്ഡലങ്ങളിൽ ദൈവത്തിന്റെ കരം കൂടെ ഇരിക്കണമേ. യാത്രകളിലും പാതകളിലും ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഗവൺമെന്റിൽ നിന്നും ഒരു ഡിസിഷന് വേണ്ടി കാത്തിരിക്കുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങളുണ്ടല്ലോ, ഫേവറബിൾ ആയിരിക്കുന്ന ഒരു തീരുമാനം അവർക്ക് കർത്താവ് നൽകി കൊടുക്കണമേ. പ്രത്യേക ഈ ബുധനാഴ്ച കർത്താവേ, ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയ ജെറിച്ചാന്റെയും സി ചേച്ചിയുടെയും കുഞ്ഞ് അബീഗയിലിനെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, പുതിയൊരു വർഷത്തിലേക്ക് പ്രിയ പൈതൽ കാലുകൾ എടുത്തു വെക്കുമ്പോൾ ദൈവ സാന്നിധ്യം പ്രിയ പൈതലിനോട് കൂടെ ഇരിക്കണമേ. വഴിതാന്നിതിലെ നടന്നുകൊള്ളുക എന്ന് പറയുന്ന ദൈവ ശബ്ദം തന്നോട് കൂടെ ഇരിക്കണമേ. ജീവനും ഭക്തിക്കും ആവശ്യമായ എല്ലാ നന്മകളും കൊടുക്കണമേ. ആ കുടുംബം ഒരുമിച്ച് വരുന്ന പിറന്നാളിനുള്ളിൽ അവർ ഈ രാജ്യത്ത് ഒരുമിച്ച് കൂടുവാനും അവർക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും ദൈവമേ വഴികളെ ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് ഞങ്ങളുടെ സഭയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ ദൈവമക്കളെയും പേരുപേരായ കുടുംബമായി സമർപ്പിക്കുന്നു. ദൈവം കൊടുത്തിരിക്കുന്ന നന്മകളിൽ നിന്ന് കരങ്ങളെ നീട്ടിയിരിക്കുന്ന കർത്താവെ, നീട്ടുവാൻ കഴിയാത്ത സാമ്പത്തിക പ്രതിസന്ധി കൂടി കടന്നു പോകുന്ന ദൈവമക്കളെ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. 30, 60, 100 മേനിയ അനുഗ്രഹങ്ങളെ നൽകി എല്ലാവരെയും അങ്ങ് മാനിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് കേൾക്കുന്ന ദൈവവചനത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവ്, നാട്ടിൽ നിന്നും പ്രാർത്ഥനയ്ക്കായി ജോയിൻ ചെയ്തിരിക്കുന്ന പ്രിയ ദൈവദാസനെ ദൈവകരങ്ങളിലേക്ക് തരുന്നു. അടിയങ്ങളോട് അരളി ചെയ്യുവാനുള്ള ആലോചനയെ കേൾക്കുവാൻ കർത്താവ് അടിയങ്ങളെ തന്നെ ഒരുക്കി കാത്തിരിക്കുന്നു. പരിശുദ്ധ ആത്മാവ് തന്നെ അടിയങ്ങളോട് ഇടപെടണമേ. ദൈവത്തിന്റെ സാന്നിധ്യം അടിയങ്ങളോട് സംസാരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകളും യാചനകളും തമ്പുരാൻ ശ്രദ്ധിച്ചു കേട്ടതിനാൽ നന്ദി അർപ്പിക്കുന്നു. സകലടിങ്ങൾക്ക് ആജിയം വെച്ച യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ നന്മകൾക്കും എല്ലാ ഉപകാരങ്ങൾക്കുമായി കർത്താവിന് നന്ദി അർപ്പിക്കാം. ഹല്ലേലൂയ. ഈ ഒരു മാസം ദൈവം നമ്മളെ സൂക്ഷിച്ചു. കഴിഞ്ഞ മാസത്തിന്റെ അവസാനം നമുക്ക് പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിൽ ആരാധനയ്ക്ക് ജോയിൻ ചെയ്യുവാൻ ദൈവം നമ്മളെ ഇടയാക്കി. പുതിയൊരു മാസത്തിലേക്ക് നമ്മൾ ഈ വർഷം പ്രവേശിക്കുന്നു. ദൈവത്തിന്റെ കൃപ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. തുടർന്നുള്ള സമയം കർത്താവിന്റെ വചനത്തിൽ നിന്ന് സംസാരിക്കുവാൻ പ്രിയ ദൈവദാസൻ ജെൻസൺ പാസ്റ്ററിനെ ക്ഷണിക്കുകയാണ്. കഴിഞ്ഞ ദിനങ്ങളിൽ ഞാൻ പരിചയപ്പെടുത്തിയതുപോലെ തന്നെ ഞങ്ങൾക്ക് ഒരുമിച്ച് മണക്കാല സെമിനാരിയിൽ 5 വർഷത്തോളം പഠിക്കുവാനിടയായി തീർന്നു. താൻ ഇന്ന് ചർച്ച് ഓഫ് ഗോഡിന്റെ കുമ്മളിയിലുള്ള ദൈവസഭയോടുള്ള ബന്ധത്തിൽ ശുശ്രൂഷയിലായിരിക്കുന്നു. തൻ്റെ കുടുംബത്തില് പ്രിയ മാതാവും തൻ്റെ ഭാര്യ ജനു, തനിക്ക് ദൈവദാനമായി കൊടുത്ത 3 മക്കൾ, ഇവരോട് ഒരുമിച്ച് ദൈവവേലയിലായിരിക്കുന്നു. പ്രിയ സഹോദരനെ, പ്രിയ ദൈവദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇപ്രകാരം നമുക്ക് ഒരുമിച്ച് കൂടുവാനിടയായി തീർന്നുവല്ലോ. അധിക മുഖവരുകൾ പറഞ്ഞു നീട്ടാതെ തന്നെ പ്രിയ ദൈവദാസനെ ക്ഷണിക്കുന്നു. തുടർന്നുള്ള സമയം ദൈവത്തിന്റെ ആത്മാവ് തന്നെ നയിക്കുന്ന പ്രകാരം ദൈവസന്നിധിയിലെ ആലോചനകളായും ദൂതുകളായും നമുക്ക് കേൾക്കാം. ദൈവം നമ്മെ ധാരാളമായി സഹായിക്കുമാറാട്ടെ. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം ഈ അനുഗ്രഹിക്കപ്പെട്ട സന്ധ്യയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൊണ്ട് ദൈവത്തിന്റെ വചനം
നോവാസ്കോഷ്യയിലുള്ള ദൈവജനവുമായി പങ്കുവെക്കുവാൻ വലിയവനായ ദൈവം എനിക്ക് ഒരുക്കി നൽകി തന്ന നല്ല സമയത്തെ ഓർത്ത് ഞാൻ നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ ദിനങ്ങൾക്കായി ഞാൻ കർത്താവിനെ വാഴ്ത്തുകയാണ്. പ്രത്യേകിച്ച് എൻ്റെ പ്രിയ സഹോദരനോട് കൂടെ ഒത്തുചേർന്ന് ഇപ്രകാരം ഒരു കൂട്ടായ്മ ദൈവസന്നിധിയിൽ ദൈവം നൽകിയതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നോടും ഞാൻ നേതൃത്വം നൽകി കൊടുക്കുന്ന ദൈവസഭയിലെ ദൈവമക്കളുമായി ഇപ്രകാരം കഴിഞ്ഞ 3 ദിനങ്ങളായി കർത്താവിന്റെ സന്നിധിയിലായിരിക്കുവാൻ ദൈവം അവസരങ്ങൾ നൽകി തരുന്നത് ഓർത്ത് ഞാൻ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും എന്നെ ക്ഷണിച്ച പ്രിയപ്പെട്ടവരോട് പ്രത്യേകാലുള്ള നന്ദിയും അറിയിക്കുന്നു. കർത്താവ് സമർത്ഥമായി നിങ്ങളെ അനുഗ്രഹിക്കുവാൻ ഇടയായി തീരട്ടെ എന്ന് ദൈവസന്നിധിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് നമ്മെ ഈ രാത്രിയിലും തന്റെ വചനത്താൽ നമ്മെ ശക്തീകരിച്ച് ബലപ്പെടുത്തുവാൻ ഇടയായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ ദൈവത്തിന്റെ ശബ്ദം ദൈവം നമ്മെ കേൾപ്പിക്കുവാൻ കർത്താവ് മനസ്സലിവ് കാണിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ചാർലി ഓർപ്പിച്ചതുപോലെ എൻ്റെ വാത്സല്യ കുടുംബം പ്രിയപ്പെട്ടവര് അവര് നാട്ടിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളുടെ സ്വന്തം സ്ഥലത്ത് കടന്നു പോകുവാൻ ഇടയായി തീർന്നു. പെട്ടെന്നൊരു മരണം ഞങ്ങളുടെ സഭയോട് ബന്ധപ്പെട്ട ഞങ്ങളുടെ ചർച്ചിൽ കടന്നു വരുന്ന ഒരു ബ്രദറിന്റെ പിതാവ് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അതിനോടുള്ള അടക്കത്തോടുള്ള ബന്ധത്തിലാണ് ഞാൻ വേഗത്തിൽ ഉള്ളിലേക്ക് മടങ്ങി കഴിഞ്ഞ ദിവസങ്ങൾ കടന്നു വന്നത്. ഞാനിവിടെ ആയിരിക്കുന്ന സമയങ്ങളിൽ ദൈവം ഇപ്രകാരമുള്ള കൂട്ടായ്മ അവസരങ്ങളിൽ നൽകിയതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രാർത്ഥനകൾ നടക്കുമ്പോൾ ഈ അതിരാവിലെ സമയം ഞാൻ മാത്രമല്ല ഉണർന്നത്. ഞാൻ താമസിക്കുന്ന വീടിനോട് തൊട്ടടുത്ത് ഞങ്ങളുടെ വിശ്വാസിയുടെ ഒരു വീടുണ്ട്. അവരും കൂടെ എൻ്റെ കൂടെ എഴുന്നേൽക്കും. എനിക്ക് നല്ല ചൂടുള്ള ഒരു കാപ്പി അവർ കൊണ്ടുവന്ന് ഇട്ട് നൽകി തരും. ഈ 2:30 മണിക്കും പ്രാർത്ഥന തുടങ്ങുമ്പോൾ 5 മിനിറ്റ് മുമ്പേ വന്ന് നല്ലൊരു ചൂട് കാപ്പിയൊക്കെ ഇട്ട് തന്ന് ആണ് നിങ്ങൾക്ക് വേണ്ടി അവരും എഴുന്നേൽക്കുവാനിടയായി. ഞാൻ അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് അവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന ദൈവസന്നിധിയിൽ ഞാൻ പ്രാർത്ഥിക്കും. അതുകൊണ്ട് വിലയേറിയ സമയങ്ങളാണിത് എന്ന് ഞാൻ ദൈവസന്നിധിയിൽ ദൈവമക്കളെ ഓർപ്പിക്കുന്നു. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടുകൂടി വേണം നാം കർത്താവിന്റെ സന്നിധിയിൽ ആയിരിക്കുവാൻ. നാം ഒരു ആത്മീക പോർക്കളത്തിലാണ് എന്നുള്ള വലിയ ബോധ്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിനങ്ങൾ ദൈവം നമ്മെ കേൾപ്പിച്ച ദൈവിക ശബ്ദങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആദ്യത്തെ ദിനത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പറഞ്ഞ ദൂതകൾ ദൈവമക്കളുടെ മനസ്സിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. മറ്റുള്ളവരെല്ലാവരും പിൻവാങ്ങിപ്പോകുമ്പോഴും തന്നെ വിളിച്ച വിളി എന്താണെന്നും തന്റെ ദൈവം ആണ് എന്നുള്ള ഉറപ്പോടുകൂടെ ദൈവസന്നിധിയിൽ നിന്ന ഒരു മനുഷ്യനെ കുറിച്ചും ആ മനുഷ്യന്റെ ജീവിതത്തിൽ നിന്നുള്ള ചില ആത്മീക ദാർശനിക ചിന്തകളാണ് നാം മനസ്സിലാക്കുവാൻ ഇടയായിത്തീർന്നത്. കഴിഞ്ഞ രാത്രിയിൽ നാം ചിന്തിച്ചത് ദൈവത്തിന് വേണ്ടി ഇടം നാം ഒരുക്കുക, ദൈവത്തിന് വേണ്ടി നാം ഇടം ഒരുക്കുക. ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുന്ന ദൈവം, നമുക്ക് വേണ്ടി പ്രവർത്തിച്ച ദൈവം, നമ്മിൽ കൂടെ പ്രവർത്തിക്കുവാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നതിനെ കുറിച്ചും നമുക്ക് മാത്രമായി ദൈവം നൽകി തന്ന സവിശേഷതകളിൽ ഒന്നാണ് ദൈവത്തെ ഹല്ലേലൂയ വിവിധ തരങ്ങളിൽ നമുക്ക് സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും കഴിയുന്നു. അങ്ങനെ നമ്മുടെ സ്തുതികളിന്മേൽ ഇറങ്ങി വന്ന് അവന്റെ സാന്നിധ്യമുള്ളിടത്ത് മറ്റ് ഒന്നിനും ഇടമില്ലാത്ത വിധത്തിൽ ഇറങ്ങി വന്ന് ഹല്ലേലൂയ നമ്മൾ പോകേണ്ടുന്ന വഴിയും ഹല്ലേലൂയ നമുക്ക് സംരക്ഷണവും നൽകി തരുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തെ കുറിച്ചാണ് കഴിഞ്ഞ രാത്രികളിൽ നാം ചിന്തിക്കുവാൻ ഇടയായിത്തീർന്നത്. പഴയ നിയമത്തിലെ 2 ഭാഗങ്ങൾ എടുത്താണ് കഴിഞ്ഞ രാത്രിയിൽ ചിന്തിച്ചെങ്കിൽ ഈ രാത്രിയിൽ ഈ സമാപന സമയത്ത് എഫെസ്യ ലേഖനം 6-ാമത്തെ അധ്യായം അതിന്റെ 10 മുതൽ ഉള്ള ചില വാക്യങ്ങൾ 24 വരെയുള്ള വാക്യങ്ങൾ നാം ചിന്താവിധേയമാക്കുമെങ്കിലും സ്തോത്രം അതിനകത്ത് 1-2 വാക്കുകൾ മാത്രം ഞാൻ ദൈവസന്നിധിയിൽ വായിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഐ വിൽ റീഡ് 1 വേഴ്സ്. അതിനുശേഷം നമ്മൾ ഓരോ വാക്യങ്ങൾ ചേർന്ന് വായിച്ച് മുൻപോട്ട് കടന്നു. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവി. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. ഫൈനലി
be strong in the Lord and in the strength of his might. ഒരു പോർക്കളത്തിലേക്ക് ഇറങ്ങിപ്പോകുന്ന യോദ്ധാക്കന്മാർ, പടയാളികൾ, യുദ്ധം ചെയ്യുവാൻ വേണ്ടി ഇറങ്ങി വരുന്ന ആളുകൾ, പടയാളികളോട് അവരുടെ ആത്മധൈര്യം, അവരുടെ വീര്യം വർദ്ധിപ്പിച്ച് ഒരു പടനായകൻ സംസാരിക്കുന്നത് പോലെ പൗലോസ് എഫെസോസിലുള്ള ദൈവമക്കൾക്ക് അവസാനമായി വിടവാങ്ങൽ സന്ദേശം എന്ന പോലെ ഈ യുദ്ധകളത്തിൽ, ഈ പോർക്കളത്തിൽ അവർ പരാജയപ്പെട്ടു പോകാതിരിക്കേണ്ടതിന്, അവരുടെ മനസ്സ് ക്ഷീണിച്ചു പോകാതിരിക്കേണ്ടതിന് അവരെ ആത്മപ്രചോദനം നൽകിക്കൊടുത്തിട്ട് പറയുകയാണ്, പ്രിയരെ, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും നിങ്ങൾ ശക്തിപ്പെടണം. എഫെസ്യ ലേഖനം പ്രത്യേകിച്ച് ദൈവസഭ സംബന്ധമായ വളരെയധികം ആഴമായ ചിന്തകളുള്ള ഒരു ലേഖനമാണ് എഫെസ്യ ലേഖനം. എഫെസ്യ ലേഖനം 1-ാമത്തെ അധ്യായം തുടങ്ങി 6-ാമത്തെ അധ്യായം വരെയുള്ള നീണ്ടു കിടക്കുന്ന സഭാ സംബന്ധമാകുന്ന അനവധി കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. ഞാൻ 1-2 വാക്കുകൾ ആമുഖമായിട്ട് പറഞ്ഞ് ആ ദൂതിലേക്ക് പ്രവേശിക്കുകയാണ്. 1-ാമത്തെ അധ്യായം സഭയുടെ വിളിയെക്കുറിച്ചാണ് പറയുന്നത്. നാം സർവ്വസാധാരണമായി കേൾക്കുന്ന ഒരു പ്രസംഗത്തിന്റെ ഒരു ഭാഗം പൗലോസിന്റെ ശക്തമായ ഒരു പ്രാർത്ഥനയാണ്. നിങ്ങളുടെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് തിരിച്ചറിയുക. നിങ്ങളുടെ വിളിയാലുള്ള ആശ, യു മസ്റ്റ് നോ ദ പർപ്പസ് ഫോർ വിച്ച് യു ആർ കോൾഡ്. ദ ചർച്ച് ഈസ് എ കോൾഡ് ഔട്ട് കമ്മ്യൂണിറ്റി. വെറുതെ വരുന്ന ഒരു സമൂഹമല്ല, വിളിച്ച് ചേർക്കപ്പെട്ടവരുടെ സമൂഹമാണ് ദൈവസഭ. അങ്ങനെയാണെങ്കിൽ ദൈവസഭ ക്രിസ്തുവിൽ വിളിക്കപ്പെട്ടവരുടെ ഒരു സമൂഹമാണ്. അങ്ങനെയെങ്കിൽ 2-ാമത്തെ അധ്യായത്തിൽ ഈ വിളിക്കപ്പെട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ വരുന്നവരെയൊക്കെ ദൈവം കൺസ്ട്രക്ട് ചെയ്യുന്ന ദൈവമാണ്. God constructs the people, or God constructs the church. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവമക്കൾ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സുകളിൽ കൂടെയൊക്കെ പല ചിന്തകളും കടന്നു പോകുന്നുണ്ടായിരിക്കും. ദൈവസഭയുടെ പ്രവർത്തനങ്ങൾ, അതിന്റെ ആരംഭങ്ങൾ, അതിനെക്കുറിച്ചൊക്കെയുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ദൈവാത്മാവ് ഞങ്ങളെ ഓർപ്പിക്കട്ടെ. God is the one who builds the church of God. ദൈവമാണ് ദൈവത്തിന്റെ സഭയെ പണിതുകൊണ്ടിരിക്കുന്നത്. 2-ാമത്തെ അധ്യായം അതിന്റെ അവസാനത്തെ വാക്യങ്ങളിലേക്ക് നാം കടന്നു വരുമ്പോൾ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: ക്രിസ്തുവേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. God is constructing you. God sends his people. He sends his apostles. He sends his prophets. He sends his ministers. അവന്റെ ദാസന്മാരെ, ദൂതന്മാരെ അവൻ അയച്ച് ദൈവത്തിന്റെ സഭയെ പണിതുകൊണ്ടിരിക്കുകയാണ്, പണിതുകൊണ്ടിരിക്കും. 3-ാമത്തെ അധ്യായം is the constitution of the church. ദൈവസഭ പാലിക്കേണ്ട നിയമങ്ങളെ, ഉപദേശങ്ങളെ, ഉപദേശ സംഹിതകളെ കുറിച്ച് വിളിക്കപ്പെട്ട, പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈവസഭയ്ക്ക് കെട്ടഴിഞ്ഞ ജീവിതമല്ല, കുത്തഴിഞ്ഞ നടപ്പല്ല സ്തോത്രം നമുക്കുള്ളത്. നാം ദൈവപ്രമാണം അനുസരിച്ച് നടക്കുന്ന ഒരു സമൂഹമാണ്. There is a constitution to which we abide by. സ്തോത്രം. എല്ലാ രാജ്യങ്ങളും സ്വാതന്ത്ര്യം കിട്ടിക്കഴിയുമ്പോൾ ഏറ്റവും ആദ്യം അവർ എഴുതുവാൻ വേണ്ടി ശ്രമം നടത്തിയത് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. Why? Because without the constitution there is no meaning for freedom. സ്വാതന്ത്ര്യം കൊണ്ട് ഹല്ലേലൂയ ഒരർത്ഥവും ഇല്ലാതെ പോകും. എന്താ അതിന് തെളിവ്? വേദപുസ്തകത്തിൽ തന്നെ തെളിവ് തരാം അതിന്. ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന ദൈവം അവരെ വിടുവിച്ചാനന്തരം അവരെ ഏറ്റവും ആദ്യം കൊണ്ടുവന്ന സ്ഥലം സീനായിയാണ്. സീനായിൽ ദൈവത്തിന്റെ ഉപദേശങ്ങളെ ദൈവം അവർക്ക് കൊടുക്കുവാനിടയായി തീർന്നു. ആ കൽപ്പനകളാണ് പിന്നത്തേതിൽ ഇന്ന് വരെ ആ സമൂഹത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. The reason for the existence of Israel itself is the law of God. ദൈവത്തിന്റെ നിയമം തന്നെയാണ് സ്തോത്രം ഇന്നും അവരുടെ വളർച്ചയ്ക്കും ജീവനും കാരണമാകുന്നെങ്കിൽ, ദൈവസഭയും നിലനിൽക്കുന്നെങ്കിൽ വചനമെന്ന പ്രമാണമുണ്ട്. വചനമെന്ന പ്രമാണമുണ്ട്. Until and unless you adhere to the scriptural balances അല്ലെങ്കിൽ സ്ക്രിപ്ചറൽ വാക്കുകൾ നിങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കാത്തത് വരെ നിങ്ങൾ പണിയപ്പെടുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. പണിയപ്പെടുന്നത് നിലനിൽക്കുകയില്ല എന്ന് ദൈവമക്കൾ തിരിച്ചറിയണം. അങ്ങനെയെങ്കിൽ ദൈവസഭയ്ക്കൊരു ഉപദേശമുണ്ട്. 4-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ
ദൈവസഭയുടെ നടപ്പിനെ കുറിച്ചാണ് പറയുന്നത്. 4-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം പറയുന്നു, കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത് നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാം വണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും. ശ്രദ്ധിക്കൂ, യു ഹാവ് ടു വാക്ക് അക്കോർഡിംഗ് to the call that God has called you, or worthy of the call. നിങ്ങളുടെ വിളിക്ക് യോഗ്യമാകുന്ന വിധത്തിൽ വേണം നിങ്ങൾ നടക്കുക. There is a conduct for the church. ദൈവസഭയ്ക്ക് ഒരു ഉപദേശമുണ്ടെങ്കിൽ ദൈവസഭയ്ക്ക് ഒരു പെരുമാറ്റ രീതിയുണ്ട്, ഒരു ബിഹേവിയറൽ രീതിയുണ്ട് ദൈവസഭയ്ക്ക്. 5-ാമത്തെ അധ്യായത്തില് ദൈവസഭയിൽ ഏറ്റുപറയുന്ന ഹല്ലേലൂയ അവരുടെ വിശ്വാസ പ്രഖ്യാപനമാണ് 5-ാമത്തെ അധ്യായം. 5-ാമത്തെ അധ്യായം കഴിഞ്ഞ് 6-ാമത്തെ അധ്യായം നാം ഇന്ന് രാത്രിയിൽ വായിച്ച ഭാഗത്തിലാണ് ദ കൺഫ്ലിക്റ്റ് ഓഫ് ദ ചർച്ച്. ദൈവസഭയ്ക്ക് നേരിടുന്ന ഉപദ്രവങ്ങളെ കുറിച്ച്, ആക്രമണങ്ങളെ കുറിച്ച് ആണ് 6-ാമത്തെ അധ്യായത്തില് നാം വായിക്കുന്നത്. അങ്ങനെ വിളിക്കപ്പെട്ട ദൈവസഭ, പണിയപ്പെടുന്ന ദൈവസഭ, ഉപദേശമുള്ള ദൈവസഭ, നേരായി വണ്ണം നടക്കുന്ന ദൈവസഭ, യേശു തന്നെ കർത്താവെന്ന് ഹല്ലേലൂയ വളരെ ശക്തമായി വിളിച്ചു പറയുന്ന ദൈവസഭയ്ക്ക് പ്രതിസന്ധികൾ ഇല്ലാതിരിക്കത്തില്ല എന്നാണ് പൗലോസ് പറഞ്ഞത്. പ്രതിസന്ധികൾ ഉണ്ടാകും, അത് പ്രതീക്ഷിച്ചുകൊണ്ട് വേണം ദൈവസഭ മുന്നേറുവാൻ എന്ന് ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുകയാണ്. ശ്രദ്ധിക്കും, when you become a Christian, നീ ഒരു ക്രിസ്ത്യാനിയായി തീരുമ്പോൾ, നീ ഒരു ദൈവ പൈതലാകുമ്പോൾ, there are 2 discoveries you make. 2 കണ്ടെത്തലുകൾ നിന്റെ ജീവിതത്തിൽ സംഭവിക്കും. ഒന്ന്, നമുക്ക് ആയുസിൽ പരിചയമില്ലാത്ത, നമ്മൾ ആയുസിൽ കണ്ടിട്ടില്ലാത്ത, നമ്മൾ ഇതുവരെ ഒരിടത്ത് വെച്ച് പരിചയപ്പെടാത്ത ഒരുപറ്റം ആളുകൾ നമ്മുടെ സ്നേഹിതന്മാരായി, അതിലുപരിയായി ആത്മീക സഹോദരന്മാരായി ദൈവം നമുക്ക് നൽകി തരിക. എത്ര ദൈവമക്കൾ ഇന്ന് ഈ രാത്രി നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യും. നവാസ്കോഷ്യയിലൊക്കെ നിങ്ങൾ എത്തിയപ്പോൾ നിങ്ങൾക്കറിയാത്ത, നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒട്ടനവധി ആളുകളെ ഒരുമിച്ച് ചേർത്ത് കിട്ടി. നൗ ദേ ആർ യുവർ ബ്രദേഴ്സ് ആൻഡ് യുവർ സിസ്റ്റേഴ്സ്. നിങ്ങളുടെ സഹോദരിയും സഹോദരന്മാരുമായി ദൈവം നൽകി തരുവാൻ ഇടയായി തീർന്നു. അത് ദൈവവൈതലിന് മാത്രം ലഭിക്കുന്ന അസുലഭമാകുന്ന ഒരു അവകാശമാണ്. അതുകൊണ്ട് ഈ രാത്രി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. യു മേഡ് ന്യൂ ബ്രദേഴ്സ് ആൻഡ് ന്യൂ സിസ്റ്റേഴ്സ്. പുതിയ സഹോദരന്മാരും സഹോദരിമാരും നിങ്ങൾക്ക് ലഭിക്കുന്നു. അപ്പോൾ തന്നെ മറ്റൊരു ഡിസ്കവറി, മറ്റൊരു കണ്ടെത്തൽ നിങ്ങൾക്ക് സംഭവിക്കുന്നത്, സഹോദരന്മാരും സ്നേഹിതന്മാരും ഹല്ലേലൂയ വർദ്ധിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു പ്രതിയോഗി കൂടെ, there is an enemy who comes against you. നിങ്ങൾക്ക് വിരോധമായി, നിങ്ങൾ ഇതുവരെ അഭിമുഖീകരിച്ചിട്ടില്ലാത്ത ഒരു വല്ലാത്ത ശക്തി നിങ്ങൾക്ക് വിരോധമായി നിൽക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ചാൾസ് എച്ച് സ്പർജൻ, പ്രസംഗികളുടെ പ്രഭു എന്നൊക്കെ അറിയപ്പെടുന്ന ചാൾസ് എച്ച് സ്പർജൻ ഒരിക്കൽ തന്നോടൊരു യൗവനക്കാരിയായ സ്ത്രീ രക്ഷിക്കപ്പെട്ട അനന്തരം വന്നിട്ട് ചോദിച്ചു, പാസ്റ്ററെ, ഞാൻ രക്ഷിക്കപ്പെട്ടു, എത്രത്തോളം ഞാൻ ലോകത്തെ ഉപേക്ഷിക്കണം? ഹൗ മച്ച് ഓഫ് ദ വേൾഡ് മസ്റ്റ് ഐ ലീവ്? ചാൾസ് എച്ച് സ്പർജൻ, ജ്ഞാനിയായ മനുഷ്യൻ പറഞ്ഞു, കുഞ്ഞെ, നീ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഇഫ് യു ഹാവ് ബീൻ സേവ്ഡ് റിയലി, യു ഡു നോട്ട് ഹാവ് ടു ഗിവ് ദ വേൾഡ് അപ്പ്. ദ വേൾഡ് വിൽ ഗിവ് യു അപ്പ്. നീ ലോകത്തെ വിടേണ്ട ആവശ്യമില്ല, ലോകം നിന്നെ വിട്ടോളും. നീ ശരിയായി മാനസാന്തരപ്പെട്ട് കഴിഞ്ഞാൽ ഏത് പാപം പാസ്റ്ററെ ചെയ്യാൻ പറ്റും, ഏത് ചെയ്യാൻ പറ്റത്തില്ല, ഏതാണ് അനുവദനീയമായ പാപം, ഏതാണ് അനുവദനീയമല്ലാത്ത പാപം, ഇതിനെക്കുറിച്ചുള്ള ഡിസേർണിംഗ് ഡിസിഷൻസ് ഒന്നും നീ എടുക്കേണ്ട ആവശ്യമില്ല. when you become a real child of God, നീ ദൈവത്തിന്റെ യഥാർത്ഥ പൈതലായി കഴിയുമ്പോഴത്തേക്കിനും നിന്നിൽ നിന്ന് ലോകം അകന്നു നിൽക്കാൻ തുടങ്ങും. കാരണം യു ആർ നോട്ട് അക്കോർഡിംഗ് ടു ദ വേൾഡ്സ് പാറ്റേൺ. ലോകത്തിന്റെ രീതിക്ക് ഒത്തു നീ പോകുന്നില്ലെങ്കിൽ ലോകം നിന്നെ അകറ്റി നിർത്തും. സ്തോത്രം. നാം പ്രസംഗങ്ങളിൽ പലപ്പോഴും കേട്ടിട്ടുള്ള 1-2 വാക്കുകൾ ഞാൻ പറയട്ടെ. ക്രിസ്തീയ ജീവിതം ഒരു നടപ്പാണ്. ക്രിസ്ത്യൻ ലൈഫ് ഇസ് എ വാക്ക്. ക്രിസ്ത്യൻ ലൈഫ് ഇസ് എ വാക്ക്. നമ്മളാണ് തീരുമാനിക്കുന്നത് ഇതിനെ എന്ത് നടപ്പാക്കണമെന്ന്. അലസമായി നടക്കാം, അലക്ഷ്യമായി നടക്കാം, ശോകമായി വേണമെങ്കിൽ ഒരു യാത്രയാക്കാം. ഹല്ലേലൂയ. ശോകയാത്രയാക്കി മാറ്റി തീർക്കാം, വിനോദയാത്രയാക്കി വേണമെങ്കിൽ മാറ്റി തീർക്കാം. അല്ലെങ്കിൽ നമ്മുടെ തീരുമാനമാ ഇതിനെ മോക്ഷയാത്രയാക്കി മാറ്റുവാൻ വേണ്ടി. ഇറ്റ്സ് our decision that we turn it into a life of
walking into eternity. പ്രിയരെ, ഇന്ന് രാത്രി ഞാൻ ദൈവമക്കളോട് പറയട്ടെ, നിങ്ങൾ നൊവാസ്കോഷ്യയിൽ എത്തിയത് ഇന്ത്യയിൽ ആരെങ്കിലും വന്നിട്ട് നിങ്ങളോട് പറഞ്ഞില്ല, ദയവ് ചെയ്ത് നിങ്ങൾ എല്ലാവരും ഇവിടെ നിന്ന് നൊവാസ്കോഷ്യയിലേക്കും കാനഡയിലേക്കും ദയവ് ചെയ്ത് വരണമേ എന്ന് ആരും കൈകൂപ്പി നിങ്ങളുടെ അടുത്ത് വന്നില്ല. വന്നോ? അങ്ങനെ വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പ്രത്യേകിച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്റ്ററോട് പറഞ്ഞാൽ മതി, എന്നോട് ആ ആളെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയാ. ദയവ് ചെയ്ത് നിങ്ങൾ ഇന്ന രാജ്യത്തിൽ പോകണമെന്നും ഇന്ന സ്ഥലത്ത് പോകണമെന്നും ആരും നിങ്ങളോട് പറഞ്ഞില്ല. നിങ്ങൾ നേരെ തിരിച്ച് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അതിന്റെ പുറകെ നടന്ന് എങ്ങനെയെങ്കിലും കർത്താവെ ഞങ്ങളെ ഭാരതത്തിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിച്ച് നിങ്ങൾ എവിടെ എത്തി? അവിടേക്ക് എത്തി. പക്ഷെ നിത്യതയിലേക്ക് എത്തിക്കുന്ന കാര്യം പറയുമ്പോഴുണ്ട്, ഞങ്ങളെ പോലുള്ള പാവപ്പെട്ട പാസ്റ്റർമാര് വന്നിട്ട് ദയവ് ചെയ്ത് പ്രാർത്ഥനയ്ക്ക് വരണമേ, ദയവ് ചെയ്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം, ദൈവത്തിന് ഇത് ചെയ്യണം. എങ്ങോട്ട് എത്തുന്ന കാര്യമാ? സ്വർഗത്തിൽ പോകും. ഇന്ന് രാത്രി ഞാൻ ദൈവമക്കളോട് പറയട്ടെ, നൊവാസ്കോഷ്യയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി ആരും വന്ന് നിങ്ങളുടെ മുൻപിൽ കൈകൂപ്പിയില്ലെങ്കിൽ, നിത്യത, സ്വർഗം, ഈ സ്ഥലത്ത് പോകാനും ആരും വന്ന് നിങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യം. യു ഹാവ് ടു വർക്ക് ഇറ്റ് ഔട്ട്. ഹല്ലേലൂയ. നിങ്ങളും അവിടേക്ക് പോകാൻ വേണ്ടി ഒരുക്കപ്പെട്ടേ മതിയാവുകയുള്ളൂ എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഞാൻ ദൈവമക്കളെ ഓർപ്പിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഇതൊരു വാർഫെയർ ആണ്. വി ആർ ഇൻ എ പ്ലേസ് ഓഫ് വാർഫെയർ. നമ്മൾ പോർക്കളത്തിലാണ് നാം ആയിരിക്കുന്നത്. പോർക്കളത്തിൽ നാം ആയിരിക്കുമ്പോൾ പൗലോസ് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് wrestle എന്നുള്ള വാക്കാണ്. വി ആർ ഇൻ എ ബാറ്റിൽ ഫീൽഡ്, വി ആർ ഇൻ എ wrestling മാച്ച്. wrestleന്റെ പ്രത്യേകത നമുക്കറിയാം. ഇറ്റ്സ് എ മല്ലയുദ്ധം എന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ്സ് എ ഹാൻഡ് ടു ഹാൻഡ് മാച്ച്. പോർക്കളത്തിൽ ഇറങ്ങിയെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. ദൂരെ എവിടെയെങ്കിലും മാറി നിന്നിട്ട് ഹല്ലേലൂയ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ ശത്രുവിന്റെ പാളയത്തിൽ ചെന്ന് നാം പ്രാർത്ഥിക്കുന്ന പോലെ എന്തെങ്കിലും വീഴും എന്നുള്ള ചിന്തയൊന്നും നമ്മുടെ മനസ്സിൽ വെക്കാതെ, there is a personal conflict. എല്ലാവർക്കും വ്യക്തിപരമായിട്ടുള്ള യുദ്ധങ്ങളുണ്ട്. എന്റെ പ്രയാസമോ എന്റെ യുദ്ധമോ അല്ല ഹല്ലേലൂയ ചാർലി പാസ്റ്ററിന്റെ യുദ്ധം. നിങ്ങളുടെ യുദ്ധങ്ങളല്ല ഞങ്ങൾ അഭിമുഖിക്കുന്ന യുദ്ധം. സ്തോത്രം. എപ്പോഴൊക്കെ ഒരു ദൈവ പൈതൽ ദൈവത്തോട് അടുക്കാൻ ശ്രമിക്കുമോ, ഹല്ലേലൂയ, ഐ ഫീൽ ദാറ്റ് വി ബിഗിൻ ടു ലൂസ് പീസ്. നമ്മുടെ സമാധാനങ്ങൾ അലക്ഷ്യമാകാൻ തുടങ്ങും, നഷ്ടപ്പെടാൻ തുടങ്ങും. കാരണം എന്താ? നാം പോർക്കളത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. കർത്താവ് പറഞ്ഞ വാക്കിങ്ങനെയാ, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ. The more and more you go nearer to God, hallelujah, you may lose peace in your life. സമാധാനം നഷ്ടപ്പെട്ടേക്കാം. പക്ഷെ ഇന്ന് രാത്രി ഞാൻ ദൈവമക്കളോട് പറയാം, ഇത് ഒരു പോർക്കളമാണ്. പോർക്കളത്തിൽ ആരെയൊക്കെ ആവശ്യമില്ല എന്ന ഒരു ചിന്തയാണ് ഇന്ന് രാത്രി ഞാനും ദൈവമക്കളുടെ മുൻപിലേക്ക് വെക്കുന്നത്. Who all are not needed or cannot survive in a battlefield. അത് പറയുമ്പോൾ തന്നെ അതിന്റെ ഓപ്പോസിറ്റ് നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾ ആ ആശയത്തെ വ്യക്തമായി ഗ്രഹിക്കുവാൻ ഇടയായി തീരട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. See, in a battlefield it is dangerous to be a weak soldier. ബലഹീനനായ ഒരു സോൾജറിനെ കൊണ്ട്, ഒരു പടയാളിയെ കൊണ്ട് പോർക്കളത്തിൽ യാതൊരു ആവശ്യമില്ല. അതുകൊണ്ടാണ് ഏതൊരു സൈന്യത്തിലേക്കും റിക്രൂട്ട്മെന്റ് നടക്കുന്ന ഉടനെ ഒരു മിനിമം ഹൈറ്റ് വെച്ചിട്ടുണ്ട്, ഒരു മിനിമം വെയിറ്റ് വെച്ചിട്ടുണ്ട്, ഒരു മിനിമം പാരാമീറ്റർ വെച്ചിട്ടുണ്ട്. ഇതില്ലാത്തവനോട് പറയും, മോനെ ആഗ്രഹമുണ്ട്, നീ വീട്ടിൽ പൊക്കടാ എന്ന് പറഞ്ഞിട്ട് അവനെ വീട്ടിൽ പറഞ്ഞു വിട്ടു. ഈ പട്ടാളത്തിന്റെ ട്രെയിനിങ്ങിന് വേണ്ടി കയറാൻ വേണ്ടിയായി, റിക്രൂട്ട്മെന്റിന് വേണ്ടി ചിലരൊക്കെ നിലവിളിച്ച് കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അല്പം 1 സെന്റിമീറ്റർ അല്ലെങ്കിൽ 2 സെന്റിമീറ്റർ കുറഞ്ഞു പോയത് കൊണ്ട് അവരെ കേറ്റത്തില്ല, അകത്തോട്ട് കേറ്റത്തില്ല. അവരെ ആണെങ്കിൽ ഓടിച്ച് അവിടുന്ന് പറഞ്ഞു വിട്ടു. അവരാണെങ്കിൽ നിലവിളിച്ച് കരഞ്ഞ് എങ്ങനെങ്കിലും ഇതിനകത്തൊന്ന് കയറണം എന്നോർത്ത്. ബട്ട് ദേ ആർ നോട്ട് ക്വാളിഫൈഡ്. വീക്കായിട്ടിരിക്കുന്ന സോൾജർ ഈ പോർക്കളത്തിൽ, പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ, ഈ യുദ്ധകളത്തിൽ അവർ ഇറങ്ങിക്കഴിഞ്ഞാൽ അവർ സർവൈവ് ചെയ്യത്തില്ല. They will not survive in this battlefield. They will not survive in the battlefield. അങ്ങനെയെങ്കിൽ നമ്മളോട് ഇന്ന് ഒരു പാസ്റ്ററോട് ഇന്ന് രാത്രിയിൽ നിങ്ങൾ ചോദിക്കും, പാസ്റ്ററെ അങ്ങനെയാണെങ്കിൽ ഹൈറ്റും വെയിറ്റും ഉള്ള ആൾക്കാർക്ക് മാത്രമേ ഇതിനകത്ത് പറ്റത്തുള്ളൂ, ശക്തിയുള്ള ആൾക്കാർക്ക് മാത്രമേ പറ്റത്തുള്ളൂ? അങ്ങനെയല്ല. ഞാൻ പറഞ്ഞു വരികയാണ് ആ ഭാഗത്തിലേക്ക്. ശ്രദ്ധിക്കൂ. നമുക്ക് ബലം കുറവായിരിക്കും, നമ്മുടെ ശക്തി കുറയുന്നുണ്ടായിരിക്കും. എന്നാൽ ഇന്ന് രാത്രിയിൽ വചനം അവിടെയാണ് നമ്മളോട് പറഞ്ഞു തുടങ്ങുന്നത്. ഒടുവിൽ
കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവമക്കളെ ഓർപ്പിക്കുകയാണ്. വാട്ട് ഡസ് ഇറ്റ് മീൻ? ഹല്ലേലൂയ. നിങ്ങൾക്ക് ശക്തി, യു ഹാവ് എ പേഴ്സണൽ ഫൈറ്റ്. വ്യക്തിപരമായ യുദ്ധങ്ങൾ നിങ്ങൾക്കുണ്ട്, പ്രയാസങ്ങൾ നിങ്ങൾക്കുണ്ട്. ഇത് ഇട്ടെറിഞ്ഞിട്ട് പോകാൻ നിങ്ങൾക്ക് പറ്റത്തില്ല. എന്റെ ഹൈറ്റും വെയിറ്റും കുറവാ, അതുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നും വരത്തില്ല എന്നാരും വിചാരിക്കണ്ട. എല്ലാവർക്കും വ്യക്തിപരമായ പ്രശ്നങ്ങൾ വരും. ആ വ്യക്തിപരമായ വ്യക്തിപരമായ പ്രശ്നങ്ങൾ വരുമ്പോൾ, and when you feel that you have no strength left, നിങ്ങൾക്ക് ശക്തിയില്ല എന്ന് തോന്നുമ്പോൾ, പൗലോസ് പറയുന്നു, കർത്താവിലും അവന്റെ അമിത ബലത്തിലും നിങ്ങൾ ശക്തിപ്പെടും. When you feel that your energy is draining, when you feel that you have no more strength to go on, മുൻപോട്ട് പോകുവാൻ ശക്തിയില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് പൗലോസ് പറയുന്നു, ഈ യുദ്ധകളത്തിൽ നിന്ന് ഓടേണ്ട ആവശ്യമില്ല. ഇവിടെ വെച്ച് തന്നെ നിന്നെ ശക്തീകരിക്കുന്ന ഒരുവൻ ഉണ്ട് എന്ന് ദൈവത്തിന്റെ ആത്മാവ് ദൈവമക്കളെ ഓർപ്പിക്കുകയാണ്. പ്രിയരെ, ദൈവം ഈ പോർക്കളത്തിൽ നമ്മെ എടുത്തുകൊണ്ട് പോകാമെന്നൊന്നും പറഞ്ഞിട്ടില്ല. God has not promised us to take us out of the battlefield. He may take us to the front line. വേണമെങ്കിൽ പോർക്കളത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുപോകാം, എടുത്തുകൊണ്ട് പുറത്തു കൊണ്ടുപോകാമെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല. ഇവിടെ നീ വീഴുന്നത് വരെ നീ യുദ്ധം ചെയ്തുകൊണ്ട് നിൽക്കണം. You have to fight till the end, but even if you do not have the power to fight, there is the energy source is still working for you. നിനക്ക് വേണ്ടി ആ ദൈവശക്തി ഏത് സമയത്തും കൂടെ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. ഏത് യുദ്ധത്തിലും ഒരു എയിം ഓഫ് ദ സോൾജർ, പോർക്കളത്തിൽ വരുന്ന പടയാളിയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എവിടേക്കാണോ പോകുന്നത് ആ സ്ഥലത്തെ കീഴടക്കണമെന്ന സ്തോത്രം. അവിടെ ചെന്നിട്ട് അച്ഛാ പറ്റത്തില്ല എന്ന് പറഞ്ഞ് തിരിച്ചു വരാൻ ആർക്ക് പറ്റത്തില്ല? പടയാളിക്ക് പറ്റത്തില്ല. They cannot go away from their post. അതുകൊണ്ട് ഈ റോമൻ മിലിറ്ററി അല്ലെങ്കിൽ അവരുടെ ആർമി അൺഡിഫീറ്റഡ് ആയി അപരാജിതരായി പോകാനുള്ള അല്ലെങ്കിൽ നിൽക്കാനുള്ള കാരണങ്ങളിൽ ഒന്ന്, അവരേതെങ്കിലും ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ പടക് അല്ലെങ്കിൽ ബോട്ട്, ഷിപ്പ് ഏതെങ്കിലും വിധത്തിലൊക്കെ ആയിരിക്കും ഓരോ തീരങ്ങളിൽ അവരെത്തുന്നത്. ആ തീരത്തിൽ അവരെത്തിക്കഴിഞ്ഞാൽ അവരേറ്റവും ആദ്യം ചെയ്യുന്ന കാര്യങ്ങളിൽ ഒന്നായിരുന്നു അവർ വന്ന ബോട്ട് കത്തിച്ചു കളയും. They would burn the boat in which they had come to that shore. അവിടേക്ക് വന്ന ബോട്ട് അവരങ്ങ് കത്തിച്ചു കളയും. അന്നേരം പടയാളികൾക്ക് ഒരു കാര്യം മനസ്സിലാകും, തിരിച്ചുപോക്ക് എന്തുവാ, നടക്കത്തില്ല. യുദ്ധം ചെയ്ത് നിന്നാലേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് റോമൻ പട്ടാളക്കാര് പലയിടങ്ങളിലും ചെന്നവർ പരാജയപ്പെട്ട് ഓടാവുന്നതിന്റെ കാര്യം ഒന്ന്, തിരിച്ചു പോകാൻ വഴിയില്ല. They do not have a place to go. അടുത്തൊരു കാരണം, അവര് അപരാജിതരായി നിൽക്കാനുള്ള ഒരു കാരണം എന്ന് ചോദിച്ചാൽ അവരുടെ നായകൻ. ഹല്ലേലൂയ. ഷേക്സ്പിയർ എഴുതിയ മനോഹരമായ ഒരു ഹല്ലേലൂയ കൃതിയാണ് ജൂലിയസ് സീസറിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന കൃതിക്കകത്ത് താൻ പറഞ്ഞിരിക്കുന്ന വാക്ക്, ജൂലിയസ് കൈസറിനെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തുക എന്നുള്ളത് അസാധ്യമായിരുന്നു. കാരണം ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് 10-15 ആളുകളോട് ഒറ്റയ്ക്ക് നിന്ന് യുദ്ധം ചെയ്ത് ജയിക്കുവാൻ കഴിയുന്ന ശക്തനായ ഒരു യോദ്ധാവായിരുന്നു ജൂലിയസ് കൈസർ. മക്കളെ, നിങ്ങൾ പോയി യുദ്ധം ചെയ്തിട്ട് വാ എന്ന് പറയുന്ന ആളല്ലായിരുന്നു കൈസർ. യുദ്ധത്തിന് ആദ്യ നിരയിൽ ഇറങ്ങുന്നത് കൈസർ ആയിരുന്നു. ജൂലിയസ് സീസർ മുന്നിട്ട് ഇറങ്ങിക്കഴിഞ്ഞ പടയാളിക്ക് പിന്നെ നോക്കി നിൽക്കാൻ പറ്റുകയില്ല. സ്വന്തം അതുകൊണ്ടാണ് ആ മനുഷ്യൻ ഇങ്ങനെ ആർക്കും തോൽപ്പിക്കുവാൻ കഴിയാതെ വിജയിച്ചു കൊണ്ടിരുന്നപ്പോൾ കുറെ ആളുകൾക്ക് അസൂയ തോന്നി. ജൂലിയസ് കൈസറിനെ ഇങ്ങനെ വിട്ടാൽ ശരിയാകത്തില്ലല്ലോ. സ്നേഹിതനാകുന്ന ബ്രൂട്ടസിനെ കയ്യിലെടുത്ത് വളരെ ചരിത്ര പ്രസിദ്ധമാകുന്ന കൃതിയിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, എറ്റ് ടു ബ്രൂട്ടെ ദെൻ ഫോൾ സീസർ, ബ്രൂട്ടസോ നീയോ ബ്രൂട്ടസ് എന്ന് ചോദിച്ചിട്ട് കൈസർ വീഴുകയാണ് സംഭവിച്ചത്. കൈസർ പ്രസംഗം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ബ്രൂട്ടസ് പുറകിൽ നിന്ന് കുത്തിയ
ബ്രൂട്ടസിന്റെ കുത്തേറ്റ് കഴിഞ്ഞപ്പോൾ മുൻപിൽ കടന്നു വന്ന ശത്രുക്കളോടൊക്കെ കൈസർ ഇങ്ങനെ യുദ്ധം ചെയ്ത് ജയിച്ചുകൊണ്ടിരിക്കുക. അവനെ കൊല്ലാൻ ഒത്തിരി ആളുകൾ വന്നു, പക്ഷെ ഒറ്റയ്ക്ക് നിന്ന് കൈസർ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. ആർക്കും തോൽപ്പിക്കാൻ പറ്റുന്നില്ല. പക്ഷെ പുറകെ നിന്ന് സ്നേഹിതന്റെ കുത്തേറ്റ് കഴിഞ്ഞപ്പോൾ കൈസർ അവന്റെ വാള് താഴെ ഇട്ടെന്നാണ് ചരിത്രം പറയുന്നത് ഇങ്ങനെയാണ്: സ്നേഹിതൻ ചതിക്കുന്ന ഒരു ലോകത്തിൽ ഞാൻ ജീവിച്ചിട്ട് കാര്യമില്ല എന്നാണ് കൈസർ പറഞ്ഞത്. നീയോ ബ്രൂട്ടസെ എന്ന് പറഞ്ഞ വാക്കിൽ അത്ര അർത്ഥമുണ്ട്. ശ്രദ്ധിക്കൂ, നമുക്കും ഒരു നായകനുണ്ട് പോർക്കളത്തിൽ. ആ പോർക്കളത്തിൽ ഇറങ്ങി വന്ന നായകനെയും ചുംബനത്താൽ ഒരാൾ കാണിച്ചു കൊടുത്തെങ്കിലും മരണം കൊണ്ട് പരാജയപ്പെട്ടു പോയ ഒരു നായകനല്ല നമ്മുടെ നായകൻ. ഈ പോർക്കളത്തിൽ ഇന്നും അവൻ മുന്നിട്ടിറങ്ങി നിൽക്കുകയാണ്. Every battle when you fight, remember the commander is ahead of you. The man who is the chief of your army is in the front. അവൻ നീ പോർക്കളത്തിൽ മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്. നീ അവന്റെ പിന്നിൽ നിന്നാൽ മാത്രം മതി. അവൻ നിന്റെ മുൻപിൽ യുദ്ധവീരനാകുന്ന യഹോവ നിനക്ക് മുൻപേ പുറപ്പെടുന്ന ദൈവമാണെന്ന് ഇന്ന് രാത്രി ദൈവമക്കൾ മറന്നു പോകരുത്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ താല്പര്യം, നമ്മുടെ ആഗ്രഹം എന്താണ്? ഐ വിൽ നെവർ ഗിവ് അപ്പ് an inch of what I have gained in Christ. ക്രിസ്തുവിൽ ഞാൻ നേടിയത്, ക്രിസ്തു മുഖാന്തരം എനിക്ക് ലഭ്യമായത്, അതിനെ ഒരു അളവിലും ഞാൻ വിട്ടുകൊടുക്കുകയില്ല എന്നുള്ള തീരുമാനം ഒരു ദൈവപൈതലിനെ സംബന്ധിച്ച് ഉണ്ടായിരിക്കണം. അതുകൊണ്ട് 6-ാമത്തെ അധ്യായത്തിൽ നാം വായിച്ച ഭാഗത്തില് വളരെ നമ്മ തിരിച്ചറിയേണ്ട ഒരു വാക്ക് അവിടെ വ്യക്തമായി എഴുതിയിരിക്കുന്നത്, നിങ്ങൾ ഈ ദുഷ്ടത പെരുകി വരുന്ന ദുർദിവസം വരുന്ന സമയത്ത് what you have to do. 13-ാമത്തെ വാക്യം, അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർക്കുവാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽക്കുവാനും. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഉറച്ചു നിൽക്കുവാൻ, ടു സ്റ്റാൻഡ്. സ്തോത്രം. ഒത്തിരി വേർബ്സ്, ക്രിയാപദങ്ങൾ പൗലോസ് ഉപയോഗിക്കുന്നുണ്ട്. നടക്കാൻ പറയുന്നു, യുദ്ധം ചെയ്യാൻ പറയുന്നു. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ പൗലോസ് ഉപയോഗിക്കുന്നതാണ് ജസ്റ്റ് സ്റ്റാൻഡ്. നിന്നാൽ മാത്രം മതി. മോശയോട് കർത്താവ് ഒരിക്കൽ പറഞ്ഞു, ജനത്തോട് പറയുക, ഉറച്ചു നിൽപ്പീൻ, ധൈര്യപ്പെടുവീൻ. ഇന്ന് കണ്ട മിസ്രയീമിനെ നിങ്ങൾ ഒരു നാളും കാണുകയില്ല. പൗലോസ് പറയുന്നു, പിശാചിനോട് എതിർത്തു നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. സ്തോത്രം. എഫെസ്യ ലേഖനത്തെ 3 വാക്കിൽ പറയാൻ വാച്ച്മാനി എന്ന് പറയുന്ന ദൈവഭക്തൻ 3 വാക്കുകൾ ഉപയോഗിച്ചാണ് എഫെസ്യ ലേഖനത്തെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. 3 ക്രിയാപദങ്ങളാണ്. ഒന്ന് സിറ്റ്, രണ്ടാമത്തേത് വാക്ക്, മൂന്നാമത്തേത് സ്റ്റാൻഡ്. ഇരിക്കുക, നടക്കുക, നിൽക്കുക. ഇരിക്കുക, നടക്കുക, നിൽക്കുക. ഈ 3 വാക്കിൽ എഫെസ്യ ലേഖനം മുഴുവൻ കോർത്തിണക്കിയിട്ടുണ്ട്. എന്തുമായിക്കൊള്ളട്ടെ, അവിടെ നിൽക്കട്ടെ. സ്തോത്രം. അപ്പോൾ ഈ പോർക്കളത്തിൽ ബലഹീനനായ ഒരു പടയാളിയെ കൊണ്ട് ആവശ്യമില്ല. സ്തോത്രം. പാസ്റ്റർ, എനിക്കൊരു ശക്തിയുമില്ല. ശക്തിയില്ല എന്നതുകൊണ്ട് ഇറ്റ്സ് you don't have the right to be defeated. You have a source to gain power. ഹല്ലേലൂയ. ഈ പോർക്കളത്തിൽ നിനക്ക് ശക്തിയില്ല എന്ന് പറഞ്ഞ് നീ പരാജയപ്പെട്ടിരിക്കേണ്ട ആവശ്യമില്ല. നിന്നെ ശക്തീകരിക്കുന്ന ഒരുവന്റെ സാന്നിധ്യം ഈ പോർക്കളത്തിലുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ നീ പരാജയപ്പെടാതെ നിന്റെ യുദ്ധങ്ങളെ ദൈവത്തിന്റെ ശക്തി ഏറ്റെടുത്തുകൊണ്ട് നീ ചെയ്യാൻ വേണ്ടി ഒരുക്കപ്പെടണം. ഹല്ലേലൂയ. യുദ്ധം ചെയ്യാം, ഒരുക്കമാ. ബട്ട് യു ഹാവ് ടു ഐഡന്റിഫൈ യുവർ എനിമി. നിന്റെ ശത്രു ആരാണ് എന്ന് നീ മനസ്സിലാക്കണം. ഹല്ലേലൂയ. ഒരു ദൈവവൈതലിനെ സംബന്ധിച്ച് അവന്റെ കൂട്ടു സഹോദരൻ, മനുഷ്യൻ, ജഡരക്തങ്ങൾ അവന് ശത്രുവല്ല. ഹല്ലേലൂയ. അല്ലെ? എന്നെ തെറ്റിദ്ധരിക്കല്ലേ. ചില ആളുകള് നമ്മൾ ഓർക്കും ഇവരാണ് സാത്താനെന്ന് നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോകാറുണ്ട്. ഈ വ്യക്തിയാണ് ഈ വ്യക്തിയാണ് ശരിക്കുമുള്ള സാത്താൻ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിപ്പോകാറുണ്ട്. ചിലര് നമ്മെ സ്വസ്ഥമായി ജീവിക്കാൻ സമ്മതിക്കത്തില്ല. സ്വസ്ഥമായി ജീവിക്കാൻ നമ്മെ സമ്മതിക്കും. അത് സ്നേഹിതന്മാരായിരിക്കും, ബന്ധുക്കളായിരിക്കും. പക്ഷെ ദൈവത്തിന്റെ വചനം പറയുന്നത് ഡോണ്ട് റെസൽ വിത്ത് ദം.
അവരോട് നിങ്ങൾ എന്ത് ചെയ്യാൻ പോകരുത്? മല്ലയുദ്ധം ചെയ്യാൻ വേണ്ടി പോകരുത്. They may get under your skin, but don't fight with them. Don't fight with them. You have to identify who your enemy is. പൗലോസ് പറയുന്നു അതൊരു പൈശാചിക ശക്തിയാണ്. സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനകളാണ് നിങ്ങൾക്ക് വിരോധമായിട്ട് നിൽക്കുന്നത്. വേദപുസ്തകത്തിന്റെ ആരംഭം, ഉൽപ്പത്തി, വേദപുസ്തകത്തിന്റെ മധ്യഭാഗത്തിൽ വന്നു നിൽക്കുന്ന സുവിശേഷങ്ങളിലും വെളിപ്പാട് പുസ്തകത്തിലും പിശാചിന്റെ ആരംഭമുണ്ട്, പിശാചിന്റെ പ്രവൃത്തിയുണ്ട്, പിശാചിന്റെ അവസാനമുണ്ട്. അതുകൊണ്ട് പിശാചില്ല എന്നും പൈശാചികമായ ഒരു പ്രതലവും ശക്തിയും ഇല്ല എന്നും നമ്മുടെ ഈ ഭൗതിക ലോകം, ഈ ജ്ഞാനവാദികൾ എത്ര പറഞ്ഞാലും ഒരു ആത്മീകൻ അത് വിട്ടുകൊടുക്കരുത്. There is a fight, there is an enemy that is fighting against you. നമുക്ക് വിരോധമായി ഒരു ശത്രുവുണ്ട്. അത് മനുഷ്യരല്ല എന്നും അതൊരു പൈശാചിക മണ്ഡലമാണെന്നും ദൈവമക്കൾ തിരിച്ചറിയണം. ആത്മീയമൊക്കെ പലർക്കും കൂടി, വചനവ്യാഖ്യാനം ഒക്കെ ഒത്തിരി കൂടി വന്ന് പിശാചില്ല എന്ന് പറയുമ്പോൾ തന്നെ ദൈവവും ഇല്ല എന്നുള്ള രീതിയിലേക്ക് പലരും മാറുന്ന ഒരു കാലഘട്ടത്തിൽ നാം വന്നിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ വീട്ടിനകത്തേക്ക് ഒരു അലിഗേറ്റർ അല്ലെങ്കിൽ ഒരു സർപ്പം കയറി വന്നാൽ നമ്മൾ അത് കണ്ടോണ്ട് ചിരിച്ചുകൊണ്ടിരിക്കത്തില്ല. വി സംഹൗ ട്രൈ ടു ഗെറ്റ് ഇറ്റ് ഔട്ട്, അല്ലെ? ചിരിച്ചിരിക്കാൻ നമുക്ക് പറ്റത്തില്ല. അതേ ഫീലിംഗ് when we are living inside our house, if any of these things come into our house, നമ്മുടെ മനസ്സിൽ വരുന്ന ഭയം എന്താ? പൈശാചിക ലോകം, പൈശാചിക ശക്തി, അതിന്റെ മഹത്വത്തെ വർണ്ണിക്കാൻ വേണ്ടിയല്ല, എങ്കിലും ഞാൻ ദൈവമക്കളോട് ഒന്ന് രണ്ട് ആശയങ്ങൾ പറയട്ടെ. ഇറ്റ്സ് a person with a superior intelligence. നമ്മെക്കാട്ടിലും ചിന്താശക്തി വർദ്ധിച്ചിട്ടുള്ള ഒന്നാണ് നമുക്ക് വിരോധമായി നിൽക്കുന്നത്. നമ്മെക്കാട്ടിലും ശക്തിയുള്ള ഒന്നാണ് നമുക്ക് വിരോധമായിട്ട് നിൽക്കുന്നത്. ദൈവ പൈതൽ ദൈവത്തോട് അടുത്ത് നിൽക്കും തോറും ഇത് നമുക്ക് വിരോധമായി വരുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അതിന് ഈ ലോകത്തിന്റെ പ്രഭുവിന് നമ്മളോട് പറയാനുള്ളത്, ഇത്രയും നാളും എന്റെ കൂടെ നടന്നിട്ട് ഒരു ദിവസം വന്നപ്പോൾ നീ യേശുവിനോട് കൂടെ പോയില്ലേ? സാത്താനെ സംബന്ധിച്ച് നമ്മളാണ് രാജ്യദ്രോഹികൾ. അവന്റെ രാജ്യം വിട്ടിട്ട് പോയവരായ നമ്മൾ ആരാണ്? രാജ്യദ്രോഹികളാണ്. അല്ലേ? കൊലോസ് ലേഖനത്തിൽ പൗലോസ് പറയുന്നു, പിശാചിന്റെ ഇരുട്ടിന്റെ രാജ്യത്തിൽ നിന്ന് തന്റെ പുത്രന്റെ രാജ്യത്തിലേക്ക് നമ്മെ ട്രാൻസ്ലേറ്റ് ചെയ്തു, നമ്മെ രൂപാന്തരപ്പെടുത്തിയ ദൈവം. അങ്ങനെയെങ്കിൽ ദൈവപുത്രന്മാരായി നാം തീർന്നപ്പോൾ ഇരുട്ടിന്റെ ശക്തികൾ അകന്നുമാറി, ഇരുട്ടിന്റെ ബന്ധനങ്ങൾ അകന്നുമാറി, ചങ്ങലകൾ നമ്മുടെ കൈകളിൽ നിന്ന് വീണു, വാതിലുകൾ നമ്മൾക്ക് വേണ്ടി തുറക്കുവാൻ ഇടയായി തീർന്നു. അതുകൊണ്ട് നാം രക്ഷപ്പെട്ടു വന്നതുകൊണ്ട്, നാം വിടുതൽ പ്രാപിച്ചു വന്നതുകൊണ്ട്, നാം യുദ്ധകളത്തിൽ വിജയിച്ചു നിൽക്കുന്നത് കൊണ്ട് ഏത് മുഖേനയും നമ്മെ തടയുവാൻ പിശാച് ശ്രമം നടത്തിക്കൊണ്ടിരിക്കും എന്ന് ദൈവമക്കൾ തിരിച്ചറിയണം. ഒരു പിശാചായിരുന്നെങ്കിൽ വലിയ കുഴപ്പമില്ലായിരുന്നു. വചനം എങ്ങനെയാ പറഞ്ഞത്? ദുഷ്ടാത്മ സേനയാണ്. There is an army fighting against us. There is an army. ഇന്ന് രാത്രി ഞാൻ ഈ ദൂതൊക്കെ പറയുമ്പോഴത്തേക്കിന് നിങ്ങളാരും പേടിച്ച് ഫോൺ ഓഫ് ആക്കിയിട്ടൊന്നും പോയി കളയരുത്. അല്ലെങ്കിൽ പാസ്റ്ററെ, ഒന്നിനെ തന്നെ ഞങ്ങൾക്ക് നേരിടാൻ പറ്റുന്നില്ല, ഈ ഒരു ആർമി ഒക്കെ ഉണ്ടെന്ന് പാസ്റ്റർ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഹൗ ആർ വി ഗോയിങ് ടു ഫൈറ്റ് പാസ്റ്റർ എന്നൊക്കെയുള്ള ആശങ്ക നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാറിപ്പോകട്ടെ, മനസ്സിൽ നിന്ന് ചിന്തകൾ മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കൂ, പിശാചി ലോകത്തെ വല്ലാതെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ് ഈസ് ഗെറ്റിംഗ് ഹിസ് ഗ്രിപ്പ് ഓൺ ദ വേൾഡ് എവറി ഡേ. അത് ടൈറ്റർ ആയിക്കൊണ്ടിരിക്കുക. സ്പിരിറ്റിസം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒക്കൾട്ടിസം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, ബ്ലാക്ക് മാജിക് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വത്രം ഞങ്ങൾ നമ്മളുടെ സ്വന്തം സ്ഥലമാകുന്ന കേരളത്തിൽ പോലും അതിന്റെ വർധനവ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നാം കാണുന്നില്ലെങ്കിലും അദൃശ്യമായി അതിന്റെ ശക്തി പലരെയും ഗ്രസിച്ചുകൊണ്ടിരിക്കുന്നു, പലരെയും പിടിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. പൈശാചിക ശക്തി, ഈവൽ സ്പിരിറ്റുകൾ, അത് ലോകത്തിന്റെ എല്ലാ സ്പിയേഴ്സിലേക്കും പ്രവേശിച്ചുകൊണ്ടിരിക്കുക. അത് രാഷ്ട്രീയമായിക്കൊള്ളട്ടെ, പഠന ബന്ധമായിക്കൊള്ളട്ടെ, കൊമേഴ്സ് ആയിക്കൊള്ളട്ടെ, ഏത് തലത്തിലേക്കും പൈശാചികൻ അവന്റെ ശക്തിയെ ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ ഇന്ന് രാത്രി ഒരു ദൂത് കൂടെ പറഞ്ഞ് ഞാൻ മുൻപോട്ട് കടന്നു പോകട്ടെ. When the world, Satan is getting a grip on this world,
Christ is getting a grip on the church of God. ദൈവം ക്രിസ്തു തന്റെ സഭയിൽ തന്റെ പിടി മുറുക്കിക്കൊണ്ടിരിക്കുക. എങ്ങനെന്ന് ചോദിച്ചാൽ അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും തന്റെ ആത്മാവിനെ പകർന്നുകൊണ്ട് ദൈവം തന്റെ പിടി ദൈവസഭയിൽ മുറുക്കിക്കൊണ്ടിരിക്കുക. ഇന്ന് രാത്രിയിൽ നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യണം. നാം അനുഭവിക്കുന്ന ഈ പോർക്കളങ്ങളൊക്കെ അല്ലെങ്കിൽ ഈ യുദ്ധങ്ങളൊക്കെ അവസാനിക്കുന്ന ഒരു ക്ലൈമാക്സിലേക്ക് നാം എത്തുവാൻ വേണ്ടി ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അരിമനാഥനായ കർത്താവ് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് തന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനമെന്ന വാളുകൊണ്ട് ശത്രുവിനെ അവസാനമായി തകർക്കാൻ വേണ്ടി പോകുകയാണ്. ഈ പുസ്തകത്തിനകത്ത് മാത്രമേ ഉള്ളൂ നമുക്ക് വിരോധമായി നിൽക്കുന്ന ശത്രുവിന്റെ അവസാനം എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ അവസാനത്തെ കുറിച്ച് ഓർത്ത് നീ ഭാരപ്പെടണ്ട. ഇന്ന് രാത്രി നീ അഭിമുഖിക്കുന്ന വിഷയം എന്തുമായിക്കൊള്ളട്ടെ, അതിനകത്ത് നിനക്ക് പൂർണ്ണ ജയം നൽകി തരുവാൻ നാം സേവിക്കുന്ന നമ്മുടെ ദൈവം വിശ്വസ്തനെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ മൗനമായിരിക്കാതെ നിങ്ങൾ ആയിരിക്കുന്ന ഇടത്ത് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യാട്ട്. നീ എതിർത്തു നിൽക്കുന്ന ശത്രു അവനല്ല ജയിക്കാൻ പോകുന്നത്, നിന്റെ ജയമാണ് സുനിശ്ചിതമായിരിക്കുന്നത് എന്ന് തിരുവെഴുത്ത് നമ്മെ ഓർപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ പോർക്കളത്തിൽ ബലഹീനനാകുന്ന ഒരു പടയാളിക്ക് യാതൊരു സ്ഥാനവുമില്ല, യാതൊരു സ്ഥാനവുമില്ല. അങ്ങനെയെങ്കിൽ പോർക്കളത്തിൽ അടുത്തതായിട്ട് ആർക്കാണ് സ്ഥാനമില്ലാത്തത്? പോർക്കളത്തിൽ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങി വരുന്നവന് അവൻ സർവായുധവർഗം ധരിക്കാതാണ് വരുന്നത് എങ്കിൽ അവനും പ്രത്യേകിച്ച് പോർക്കളത്തിൽ സ്ഥാനമില്ല. There is no place for an armorless soldier. ആർമർ ഇല്ലാത്ത ഒരു സോൾജറും പോർക്കളത്തിലേക്ക് പോകണ്ട. കാരണം പിശാച് എപ്പോഴും അറ്റാക്ക് ചെയ്യുന്നത് നമുക്ക് ബലമുള്ള ഭാഗങ്ങളിലല്ല, നാം ബലഹീനരാണ് എന്ന് നമുക്ക് തോന്നുന്ന നമുക്കറിയാവുന്ന ഇടത്തായിരിക്കും പിശാച് എപ്പോഴും ആക്രമിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് അറിയാവുന്ന ഭാഗമായതുകൊണ്ട് ഞാൻ ആ വാക്യങ്ങൾ മാത്രം ഒന്ന് വായിച്ചു വിടട്ടെ. സ്തോത്രം. 13ാമത്തെ വാക്യത്തിൽ നാം വായിച്ചു, ദുർദിവസത്തിൽ എതിർത്ത് നിൽക്കുവാൻ എന്ത് ചെയ്യണം? 14ാമത്തെ വാക്യം, നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായിട്ടുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽക്കുവീൻ. നിൽക്കുവീൻ. You don't have to run from this battle. Stand firm. എങ്ങനെ നിൽക്കാൻ പറ്റും? Put on the armor of God. ദൈവത്തിന്റെ സർവായുധ വർഗം ധരിക്കുക. സ്തോത്രം. റോമൻ പടയാളികളെ കണ്ടിട്ടാണ് പൗലോസ് ഈ അനാലജി, ഈ ദൃഷ്ടാന്തമൊക്കെ പറയുന്നത്. സ്തോത്രം. നീ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ സത്യം നിന്റെ ബെൽറ്റ് ആകട്ടെ. പുരുഷന്മാരായ ഞങ്ങളൊക്കെ ഭാരമുള്ള ചില കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ഒരുങ്ങുന്നതിന് മുന്നേ ആദ്യം ഞങ്ങളുടെ പാന്റ്, ഞങ്ങളുടെ ബെൽറ്റ് ഒക്കെ ഒന്ന് പിടിച്ച് നേരെ വെക്കും. എന്തെന്ന് ചോദിച്ചാൽ ഇഫ് ഒരു കാര്യം എടുക്കണമെങ്കിൽ ആദ്യം ഞങ്ങളുടെ അരയൊന്ന് സ്ട്രോങ് ആയിരിക്കണം, എങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. കർത്താവ് പറയുകയാണ്, വചനത്തിൽ പറയുകയാണ്, ബൈൻഡ് the belt of truth. സത്യം നിന്റെ അരയ്ക്ക് കെട്ടുക. ലോകത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഇളകി വന്നാലും if you have that belt on, you can lift any burdens. ഏത് ഭാരവും നിനക്ക് ഉയർത്തുവാൻ ദൈവം നിനക്ക് ശക്തി നൽകും എന്നാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാ പറയുന്നത്. ഹല്ലേലൂയ. ട്രുത്തും റിയാലിറ്റിയും തമ്മിൽ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട് പ്രിയരെ. റിയാലിറ്റിയിൽ സ്വാഭാവിക മണ്ഡലത്തിൽ പലപ്പോഴും കാണുന്നതായിരിക്കണമെന്നില്ല സത്യം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ ദൈവമക്കളോട് വിളിച്ചു പറയട്ടെ, സ്വാഭാവിക മണ്ഡലത്തിൽ ലോകം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സഭ പരാജയപ്പെടുന്നതായിട്ടാണ് ലോകമൊക്കെ മനസ്സിലാകുന്നത്. സഭയും കൊണ്ട് പ്രത്യേകിച്ചൊരു ഗുണമില്ല. സഭ അതിന്റെ കൃപ നഷ്ടപ്പെടുത്തി, അതിന്റെ ശക്തി നഷ്ടപ്പെടുത്തി. ഇതിവിടെ തകരാൻ പോകുകയാണ്, തകർന്നൊരു പ്രസ്ഥാനമാണ് എന്നൊക്കെയാണ് റിയാലിറ്റിയിൽ ന്യൂസ് പറയുന്നതെങ്കിലും ഇന്ന് രാത്രിയിൽ ദൈവമക്കളോട് പറയട്ടെ, ദാറ്റ് ഇസ് നോട്ട് ദ ട്രൂത്ത്. സത്യം അതല്ല. സഭ ഇവിടെ ജയയാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ജയിച്ചവന്റെ കൂട്ടത്തിൽ സഭ നടന്നുകൊണ്ട് ജയത്രയാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് രാത്രി. അതുകൊണ്ട് നീ ഭാരപ്പെടേണ്ട. സത്യം നിന്റെ അരയ്ക്ക് കെട്ടുക. ഹല്ലേലൂയ. Whenever the world says you are not going to make it, വചനം എന്ന സത്യം നിന്റെ അരയ്ക്ക് കെട്ടിക്കെട്ട് പറയുക, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം
ഞാൻ സകലത്തിനും മതിയാകുന്നു. നീ ബലഹീനനാകുമ്പോൾ നിന്നെ അരയ്ക്ക് സത്യം കെട്ടിട്ട് പറ, ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട് അവന്റെ കൃപ മതിയെന്ന്, അവന്റെ കൃപ എനിക്ക് മതിയെന്ന്. ഇന്ന് രാത്രി ദൈവമക്കളെ, ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും, ഇഫ് യു ഹാവ് ദിസ് ട്രൂത്ത് ആസ് എ ബെൽറ്റ്, നിനക്കൊരു അരയിൽ കെട്ടിയിരിക്കുന്നത് സത്യമാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ നീ അലഞ്ഞു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. സ്തോത്രം. അടുത്തത്, ഈ പോർക്കളത്തിൽ നിൽക്കുമ്പോ നിന്റെ ചങ്കിന് നേരെയാ ശത്രു പോരിന് വേണ്ടി ഇറങ്ങി വരുന്നത്. ദ ഫൈറ്റ് ഇസ് അഗേൻസ്റ്റ് യുവർ ഹാർട്ട്. നിന്റെ മനസ്സിനെ, നിന്റെ ഹൃദയത്തെ പോർക്കളത്തിന്റെ നടുവിൽ, ശ്രദ്ധിക്കൂ, യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ നടുക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്നു എന്ന് പറയുന്ന പോലെ നീ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ നടുവിൽ നിന്റെ ഹാർട്ടിനെതിരെ, നിന്റെ മനസ്സിനെതിരെ, നിന്റെ ഹൃദയത്തിനെതിരെ ശത്രു പ്രതിസന്ധികൾ വിട്ടുകൊണ്ടിരിക്കുമ്പോൾ വചനം ഇങ്ങനെ പറയുന്നു, നീതി എന്ന കവചം നീ ധരിക്കുക. ഹാവ് സംതിങ് ഫോർ യുവർ ഹാർട്ട്. വാട്ട് ഇസ് ഇറ്റ്? ഇറ്റ് ഈസ് ദ ബ്രസ്റ്റ് പ്ലേറ്റ് ഓഫ് റൈച്ചസ്നെസ്. നീതി, ഞാൻ നീതീകരിക്കപ്പെട്ടിരിക്കുന്നത് ക്രിസ്തുവിലാണ് എന്ന് ഇന്ന് രാത്രി ഒരു ദൈവപൈതൽ തിരിച്ചറിഞ്ഞാൽ, നിന്റെ നെഞ്ചിനെ ക്ഷീണിപ്പിക്കാൻ, നിന്റെ മനസ്സിനെ ക്ഷീണിപ്പിക്കാൻ, നിന്റെ ചങ്കിനെ അധൈര്യപ്പെടുത്തുവാൻ ഒരു ശത്രുവിനും കഴിയത്തില്ല. ഒരു ശത്രുവിനും കഴിയത്തില്ല. ഹല്ലേലൂയ. ഐ എം നോട്ട് റൈച്ചസ് ബിക്കോസ് ഐ വാസ് എ റൈറ്റ് പേഴ്സൺ. ഒരു റൈറ്റ്ഫുൾ പേഴ്സൺ ആയതുകൊണ്ടല്ല ഞാൻ നീതിമാനായിരിക്കുന്നത്. ക്രിസ്തുവാണ് എന്റെ നീതി. അതുകൊണ്ട് പിശാചേ, നീ എന്റെ മനസ്സിനെ എത്ര ക്ഷീണിപ്പിക്കാൻ വേണ്ടി നോക്കിയാലും ഞാൻ ഇട്ടിരിക്കുന്ന റൈച്ചസ്നെസ് എന്ന ബ്രസ്റ്റ് പ്ലേറ്റ്, അത് കർത്താവിന്റെ റൈച്ചസ്നെസ്. സ്തോത്രം. 3, സുവിശേഷം. സുവിശേഷം നിന്റെ കാലിനെ ചെരുപ്പായിട്ടിടുക. സുവിശേഷം എന്ന് പറയുമ്പോൾ ഈ പോർക്കളത്തിൽ പോയി ആരെങ്കിലോട് സുവിശേഷം പറയുന്ന കാര്യമല്ല അവിടെ പറയുന്നത്. സമാധാന സുവിശേഷം നിന്റെ കാലിനെ ചെരുപ്പായിട്ട് ഇടുക. സ്തോത്രം. നമുക്കറിയാം, സ്പൈക്സ് ഉള്ള ഷൂസ് നമ്മൾ കണ്ടിട്ടുണ്ട്. സ്പൈക്സ് ഉള്ള ഷൂസ്, റോമൻ സോൾജേഴ്സും ഇതുപോലെ സ്പൈക്സ് ഉള്ള സാൻഡൽസ് ആണ് അവർ യൂസ് ചെയ്തത്. എന്തെന്ന് ചോദിച്ചാൽ, ശത്രു വലിയ ഫോഴ്സോട് കൂടെ എതിർത്ത് നിൽക്കുമ്പോൾ അവർ നിൽക്കുന്ന നിലത്ത് നിന്ന് പുറകോട്ട് പോകാതിരിക്കാൻ, ഉറച്ചു നിൽക്കാൻ, they would have spikes on their sandals so that they will stand firm on the ground. അവർ നിലത്ത് ഉറച്ചു നിൽക്കാൻ വേണ്ടി. ഇന്ന് രാത്രി ദൈവപൈതലിനോട് വിളിച്ചു പറയട്ടെ, ശത്രു നിനക്ക് നേരെ ഓടി കയറി വരുമ്പോൾ സുവിശേഷത്തിന്റെ സമാധാനം നിന്നെ ഉറപ്പിച്ചു നിർത്തും. Hallelujah. You will stand because you have the peace which is derived from the gospel. Hallelujah. പിശാച് നിന്നെ കോപിപ്പിക്കാൻ, ദേഷ്യപ്പെടുത്താൻ, നിന്റെ മനസ്സിന്റെ സമാധാന അന്തരീക്ഷത്തെ കെടുത്താൻ വേണ്ടി പിശാച് ശ്രമം നടത്തുമ്പോൾ ഇന്ന് രാത്രി നീ മനസ്സിൽ കരം വെച്ചിട്ട് പറയണം, ഞാൻ ഇങ്ങനൊന്നും അസ്ഥിരനാകാൻ പോകുന്നില്ല. ഇതിനകത്തൊരു സമാധാനം ഉണ്ട്. വചനം പറയുന്നു, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം. ഇത് എവിടുന്നാ വരുന്നത്? ഇത് സുവിശേഷത്തിനകത്തുനിന്നാ വരുന്നത്. ഇത് വചനത്തിനകത്തുനിന്നാ വരുന്നത്. ആ വചനത്തിൽ നിന്ന് വ്യാപരിക്കുന്ന സുവിശേഷം നിമിത്തം എന്നോട് എതിർക്കുന്നവരോട്, എന്നോട് വിരോധമായി നിൽക്കുന്നവരോട്, എനിക്ക് വിരോധമായി സംസാരിക്കുന്നവരോട് എനിക്ക് കോപം തോന്നാനും ദേഷ്യം തോന്നാനും സമയമില്ല. കാരണം എനിക്ക് സുവിശേഷത്തിന്റെ സമാധാനം എന്റെ ഹൃദയത്തിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. അടുത്തത്, ഹല്ലേലൂയ, ശത്രുവിന്റെ തീയമ്പുകളെ കെടുത്തിക്കളയുവാൻ. ഹല്ലേലൂയ. ഡിഫ്ലക്ട് ചെയ്യുവാനല്ല. ഇറ്റ്സ് നോട്ട് ടു ഡിഫ്ലക്ട് the arrows of the enemy, but to extinguish. എനിക്ക് ആ വാക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതിനെ കെടുത്തിക്കളെ എന്ന് പറഞ്ഞാൽ, നിനക്കെതിരെ ഒരു ആയുധം ശത്രു കത്തിച്ചു വിട്ടാൽ അതിനെ ഡിഫ്ലക്ട് ചെയ്ത് വിടുകയല്ല, അതിനെ കെടുത്തി വിടുക. സ്തോത്രം. പലതരത്തിലുള്ള സ്തോത്രം ഷീൽഡുകൾ, പരിചകൾ പഴയ കാലങ്ങളിൽ യുദ്ധത്തിന് വേണ്ടി അവർ ഉപയോഗിച്ചിട്ടുണ്ട്. അതിലൊന്ന് ഈ സാധാരണ ഒരു പരിചയാണ്, തടിയും കൊണ്ടുണ്ടാക്കിയ പരിചയാണ്. ആ തടിയും കൊണ്ടുണ്ടാക്കിയ പരിച ഇവര് യുദ്ധത്തിന് ഇറങ്ങുമ്പോൾ അവിടുന്ന് തീയമ്പുകൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവർ ചെയ്യുന്ന പരിപാടിയിൽ ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് പരിച പിടിക്കുക. ശ്രദ്ധിക്കും പ്രിയരെ, ഇന്ന് രാത്രി നന്ദിയോടെ ദൈവത്തിന് ശത്രു ഭയങ്കര ടെക്നിക്കും ഭയങ്കര ആയുധമൊക്കെ ഉപയോഗിച്ച് കത്തിച്ച് ചില വിഷയം വിടുമ്പോൾ വിശ്വാസം നിസാരമാണെന്ന് നമുക്ക് തോന്നും കേട്ടോ. വിശ്വാസം നിസാര
നിസ്സാരമാണെന്ന് തോന്നുന്നു. പക്ഷെ വിശ്വാസം വെള്ളത്തിനകത്ത് മുക്കിയെടുത്ത പരിചയ പോലെ ശത്രുവിന്റെ തീയമ്പകൾക്ക് നേരെ വെക്കുമ്പോൾ അവൻ കത്തിച്ചു വിടുന്നത് കെട്ടുപോകുവാനിടയായിട്ടില്ല. ഹല്ലേലൂയ. It will be extinguished. It will be extinguished. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ സംശയം മനസ്സിൽ വരുമ്പോൾ വിശ്വസിക്കുക മാത്രം ചെയ്യുക. സംശയം ചൂട് പിടിച്ചു വരുമ്പോൾ വിശ്വാസം വെള്ളം പോലെ നിന്നെ തണുപ്പിക്കട്ടെ എന്ന് ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ ദൈവമക്കളെ ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. രക്ഷ എന്ന ശിരസ്ത്രം നിന്റെ തലയ്ക്ക്. യു ആർ സേവ്ഡ്. നീ രക്ഷിക്കപ്പെട്ട ദൈവപൈതല. നിന്നെ ദൈവമാ രക്ഷിച്ച് പുറത്തു കൊണ്ടുവന്നത്. ഇനി ഒരു മിസ്രൈമ്യ ശക്തിക്കും നിന്നെ അടിമയാക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ചെങ്കടലാണോ പ്രശ്നമാണോ നിന്റെ ചുറ്റിലെങ്കിലും ഞാൻ വേഗത്തിൽ ഈ ഭാഗമൊക്കെ പറഞ്ഞു തീർക്കുക. എന്തും ആയിക്കൊള്ളട്ടെ നിന്റെ അടുക്കലേക്ക് വരുന്നത്, ഭാരപ്പെടേണ്ട ആവശ്യമില്ല. നീ വിടുവിക്കപ്പെട്ടവനാ, രക്ഷിക്കപ്പെട്ടവനാ. ഒരു ദൈവവൈതലിനെ സംബന്ധിച്ച് നമ്മുടെ ഉപദേശങ്ങൾ എപ്പോഴും വ്യക്തമായിരിക്കണം. നമ്മുടെ ഡോക്ട്രിൻസ് എപ്പോഴും വ്യക്തമായിരിക്കണം. നാം എന്തിനെ, ആരിനെ, എന്തിന്, എങ്ങനെയാണ് നാം കർത്താവിനെ ആരാധിക്കുന്നത്, ആരെയാണ് നാം ആരാധിക്കുന്നത്, എന്തിനിങ്ങനെ ദൈവസഭയെ ആരാധിക്കുന്നു, ഈ ഉപദേശങ്ങളൊക്കെ വളരെ വ്യക്തമായി നാം പഠിച്ചേ മതിയാകുകയുള്ളൂ. ഇത് പഠിച്ചില്ലെങ്കിൽ നമ്മെ തെറ്റിച്ച് കളയുവാൻ പല ശക്തികളും ഈ ലോകത്തിൽ ഉപദേശങ്ങൾ തിരിച്ചു പഠിപ്പിക്കുന്ന കാലഘട്ടത്തിലാണ്. രക്ഷ എന്ന ശിരസ്ത്രം നമ്മുടെ തലയിൽ, നമ്മുടെ ബ്രെയിനിൽ, നമ്മുടെ ചിന്താഗതിയിൽ മറ്റൊരു ഇൻഫ്ലുവൻസ് കൊണ്ടുവന്നിട്ട് നമ്മുടെ ആത്മീക ജീവിതത്തെ വല്ലാതാക്കി കളയുന്ന ശത്രുവിന്റെ തന്ത്രങ്ങളെ നാം തിരിച്ചറിയണം. എന്നിട്ട് കീപ് ദ ഹെൽമെറ്റ്. ഹല്ലേലൂയ. രക്ഷ എന്ന ശിരസ്ത്രം നമ്മുടെ തലയ്ക്ക് ഇടണം, നമ്മുടെ തലയിൽ ഇടണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഡിഫൻസിന് വേണ്ടിയാണെങ്കിൽ ഒഫൻസിന് വേണ്ടി പൗലോസ് പറയുന്നു, വചനം, ആത്മാവിന്റെ വാളാകുന്ന വചനം നിന്റെ കയ്യിൽ ഉണ്ടായിരിക്കണം. യു മസ്റ്റ് ഹാവ് ദ സ്വോർഡ്. റോമൻസ് ഉപയോഗിച്ച സ്വോർഡുകളിൽ ഒന്നായിരുന്നു 2-edged sword. 2-edged, ഇരുവായുത്തലയുള്ള വാള്. അതിന്റെ പ്രത്യേകത, ഒരു വാള് കൊണ്ട്, സാധാരണ വാള് കൊണ്ട് 1-2 പേരോട് യുദ്ധം ചെയ്യാമെങ്കിൽ 7-8-10 പേരോട് വരെ യുദ്ധം ചെയ്യുവാൻ പറ്റുന്ന വാളായിരുന്നു ഇരുവായുത്തലയുള്ള വാള്. അതിന്റെ ഷേപ്പ്, ഇറ്റ് വാസ് ലൈക്ക് നമ്മുടെ നാക്കിന്റെ ഷേപ്പാണ്. ഇറ്റ് ഷേപ്ഡ് ലൈക്ക് അവർ ടങ്. അതിന്റെ എഡ്ജിൽ ഒരു പിടിയുണ്ട്. ആ എഡ്ജിലെ പിടിയും താഴേക്ക് വലിയൊരു വാള. ചുറ്റും നിന്ന് യുദ്ധം ചെയ്യാൻ പറ്റും. അതേ അനാലജിയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ നാവ്, ഹല്ലേലൂയ, ഒരു വാള് പോലെ. വചനം ഇന്ന് രാത്രി നിന്റെ നാവിൽ നീ എടുക്കുമ്പോൾ പല സ്ഥലത്തു നിന്നും വരുന്ന ശത്രുവിന്റെ തന്ത്രങ്ങളെ നിനക്ക് പരാജയപ്പെടുത്തുവാൻ കഴിയുമെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾ എത്ര പേർ? ഞാൻ പറയുന്ന ആ ആശയം ദൈവമക്കൾ മനസ്സിലാകുന്നെങ്കിൽ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ. വചനം എന്ന വാള്, ആത്മാവിന്റെ വാള് നിന്റെ മനസ്സിനകത്ത്. കേവലം എന്തെങ്കിലും പറയുകയല്ല, ആത്മാവിൽ നീ പറയുമ്പോൾ വചനത്തിനൊരു വലിയ ശക്തിയുണ്ട്. വചനത്തിനൊരു വല്ലാത്ത ആക്രമണ ശേഷിയുണ്ട്. സ്തോത്രം. പ്രിയരെ, ഞാൻ പറഞ്ഞു ഈ സർവായുധവർഗം ധരിക്ക എന്ന് പറഞ്ഞപ്പോൾ എന്തൊക്കെയാ? സത്യം, നീതി, സമാധാന സുവിശേഷം, വിശ്വാസം, രക്ഷ, വചനം. ഇതൊക്കെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ നീ ധരിക്കുക എന്നുള്ളതാണ്. എന്റെ നീതി ആരാ? യേശുവ. എന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം ആരാ? യേശുവ. എന്റെ രക്ഷയാരാ? യേശുവ. എന്റെ സമാധാന സുവിശേഷം ആരാ? യേശുവാണ്. എന്റെ നീതിയുടെ കവചമാരാ? യേശുവാണ്. എന്റെ സത്യം എന്താ? യേശു എന്റെ സത്യമാണ്. ഹല്ലേലൂയ. പുട്ട് ഓൺ ജീസസ്. യേശുവിനെ നീ ധരിക്കുക. ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കട്ടെ. അപ്പോ ബലഹീനനായ ഒരു പടയാളിക്ക് പോർക്കളത്തിൽ സ്ഥലമില്ല. പോർക്കളത്തിൽ നിൽക്കുന്ന വ്യക്തിക്ക്, ആർമർ ഇല്ലാത്ത വ്യക്തിക്ക്, സർവായുധവർഗമില്ലാത്ത വ്യക്തിക്കും പോർക്കളത്തിൽ സ്ഥാനമില്ല. സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ ദൈവമക്കളോട് പറയട്ടെ, ദാവീദിന് ശൗലിന്റെ പടച്ചട്ട ചേരത്തില്ല. പക്ഷെ ദാവീദിന് ചേരുന്ന ഒരു പടച്ചട്ടയുണ്ട്. അത് കർത്താവിന്റെ സർവായുധ വർഗമാണ്, ദൈവത്തിന്റെ സർവായുധ. ഇന്ന് രാത്രി ഞാൻ ദൈവമക്കളോട് വിളിച്ചു പറയട്ടെ, ശൗൽ എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യനായിരുന്നു. ആ വലിയ മനുഷ്യൻ ഇട്ട ആ ആർമർ ദാവീദിന് ഉപയോഗിക്കാൻ പറ്റിയില്ല. പക്ഷെ ദൈവം എന്ന് പറയുന്ന അത് നമുക്കൊരു എൻറ്റിറ്റി ആയിട്ടോ
ഒരു ബീങ് ആയിട്ടോ ഒക്കെ നമ്മുടെ മനസ്സിലിരിക്കുമ്പോൾ, സർവശക്തനായ ദൈവം എന്നൊക്കെ നമ്മുടെ മനസ്സിൽ കിടക്കുമ്പോൾ, ആ ദൈവത്തിന്റെ സർവായുധ വർഗം ഞാൻ ആളിൽ ചെറിയവനാണെങ്കിലും ആളിൽ കുറുകിയവനാണെങ്കിലും എന്റെ ആത്മീക ജീവിതത്തിന്റെ നിലവാരം എന്തുവാണെങ്കിലും ഇറ്റ് വിൽ ഫിറ്റ് മീ, അതെനിക്ക് ചേരും എന്നുള്ളതാണ് ഇന്ന് രാത്രിയിൽ എന്നെ ധൈര്യപ്പെടുത്തുന്നത്. ശൗലിന്റേത് ദാവീദിന് ചേരത്തില്ല, പക്ഷെ ദൈവത്തിൻ്റെത് ദാവീദിന് ചേരും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. മറ്റുള്ളവരുടെ രീതികൾ ഒരുപക്ഷെ നമുക്ക് ചേരത്തില്ല, ബട്ട് ഗോഡ്സ് ആർമർ ഫിറ്റ്സ് എവരിവൺ. ദൈവത്തിന്റെ സർവായുധ വർഗം എല്ലാവർക്കും ഇടുവാൻ കഴിയും. ഹല്ലേലൂയ. തീർന്നില്ല. A weak soldier, an armorless soldier. മൂന്നാമത്തേത്, ഉറങ്ങുന്ന സോൾജറിനെ കൊണ്ടും പോർക്കളത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, യുദ്ധം ചെയ്യാൻ പറ്റത്തില്ല. സ്തോത്രം. ചിലർ ഉറങ്ങുന്നത് വലിയ പ്രശ്നങ്ങളുടെ നടുവിലും ചിലര് കടന്ന് ഉറങ്ങുന്നുണ്ട്. വേദപുസ്തകത്തിൽ തന്നെ തെളിവുണ്ട്, അവിടേക്കൊന്നും ഞാൻ പോകുന്നില്ല. സ്തോത്രം. വചനം പറയുന്നു, അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തിലും ആത്മാവിൽ പ്രാർത്ഥിച്ച്, മറ്റൊരു വാക്കിൽ പറഞ്ഞ യു ഹാവ് ടു ബി alert എന്നൊരു വാക്കുണ്ട്. With all prayer and petitions pray at all times in the spirit, with this in view be on the alert. With this in view be on the alert. സ്തോത്രം. ഉറങ്ങിത്തൂങ്ങി ഇരിക്കില്ലെന്ന്. പോർക്കളത്തിൽ വന്നിട്ട് don't be drowsy. With this in view, ഏതാ? ശത്രു നിൽക്കുകയാണ്, പോർക്കളത്തിൽ നിൽക്കുകയാണ്. ചിലര് സുഖമായിട്ട് കടന്ന് അതിന്റെ ഇടയിൽ ഉറങ്ങിയാണ്. യേശു വന്നിട്ട് പത്രോസിനോട് യോഹന്നാനിയാക്കള്, ഒരു നാഴിക നേരം നിങ്ങൾക്ക് എന്നോട് കൂടെ ചേർന്നിരുന്നൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല. നിങ്ങൾക്ക് ഒരു നേരമെങ്കിലും നിങ്ങൾക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാൻ പറ്റുകയില്ലേ? ശ്രദ്ധിക്കൂ, കണ്ണടച്ചുകൊണ്ട് കാവൽ ചെയ്യുന്ന ഒരു കൂട്ടമുണ്ടെങ്കിൽ അത് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളാണെന്ന് ഞാൻ പറയും. ബാക്കി എല്ലാ പട്ടാളക്കാർക്കും ബാക്കി എല്ലാ പേഴ്സണൽസിനും കണ്ണ് തുറന്നുകൊണ്ടിരിക്കണം. കാരണം ഉറങ്ങി കണ്ണടച്ചിരുന്നാൽ കാര്യം നടക്കത്തില്ല. പക്ഷെ കണ്ണടച്ചാലും കാവൽ നിൽക്കാൻ പറ്റുന്ന ഒരു കൂട്ടം ഉണ്ടെങ്കിൽ അത് പ്രാർത്ഥിക്കുന്ന ദൈവവൈതല. ഇത് രാത്രി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. നമ്മുടെ കണ്ണ് ഓപ്പൺ ആയിരിക്കുന്നതിനെക്കാട്ടിലും പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മുടെ കണ്ണുകൾ അടഞ്ഞിരുന്നാൽ we would be more alert. We would be more alert. എന്താ? നമുക്ക് പോരാട്ടമുള്ളത്, യുദ്ധമുള്ളത് മാംസരക്തങ്ങളല്ല, ജഡരക്തങ്ങളാണ്. ജഡരക്തങ്ങളോടല്ല, ഹല്ലേലൂയ, മാംസരക്തങ്ങളോടല്ല. നമുക്ക് പോരാട്ടമുള്ളത് സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനകൾ. അതിന് കണ്ണ് തുറന്നിരുന്ന് നോക്കിയിട്ട് കാര്യമില്ല, കണ്ണടച്ച് പ്രാർത്ഥിച്ചാൽ മതി, അത് വെളിപ്പെട്ട് വരുവാൻ വേണ്ടി തുടങ്ങും. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവപൈതൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പിശാച് വിറയ്ക്കാൻ തുടങ്ങും. കാരണം സ്വർഗത്തിൽ കയറിയുള്ള കളിയാ പ്രാർത്ഥന എന്ന് പറയുന്നത്. ദുഷ്ടാത്മസേനകളെ തകർക്കുന്ന പദ്ധതിയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അതുകൊണ്ട് പൗലോസ് പറയുന്നു, എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കുക. എനി ടൈം, എനി പ്ലേസ് യു ക്യാൻ പ്രേ. യു ക്യാൻ പ്രേ. അർത്ഥം എന്തുവാ? ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുകയില്ല. You cannot pray, but you can pray before you do something great. ചില കാര്യങ്ങൾ ചെയ്യുന്നതിന് മുന്നമേ നീ പ്രാർത്ഥിച്ചൊന്ന് കയറിയാൽ തുറന്നിട്ടിരിക്കുന്ന ഒരു കൃപാസനത്തിലേക്ക് നീ കയറി ചെല്ലുകയാണ്. You are entering into the throne of grace. അതുകൊണ്ട് പൗലോസ് പറയുന്നു, എങ്ങനെ പ്രാർത്ഥിക്കണം എന്നറിയാം? ആത്മാവിൽ പ്രാർത്ഥിക്കണം. ജഡത്തിൽ പ്രാർത്ഥിക്കല്ല, ആത്മാവിൽ പ്രാർത്ഥിക്കുക. ജഡത്തിൽ പ്രാർത്ഥിക്കുന്നത് പ്രശ്നങ്ങൾ വന്നതിന് ശേഷം പ്രാർത്ഥിക്കുന്നെങ്കിൽ, ആത്മാവിലുള്ള പ്രാർത്ഥന പ്രശ്നം വരുന്നതിന് മുന്നമേ അതിനെ തിരിച്ചറിയുവാനുള്ള ഒരു ആത്മകരുത്ത് നിന്നിൽ പകരും എന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഉറങ്ങുന്ന പടയാളി അല്ല പോർക്കളത്തിൽ വേണ്ടത്, a praying soldier, a praying child of God. സ്തോത്രം. അവസാനമായി പൗലോസ് 19 മുതൽ 21 വരെയുള്ള വാക്യത്തിൽ വളരെ വിനയപുരസ്സരം പൗലോസ് പറയുന്ന ഒരു വാക്ക് ഇങ്ങനെയാണ്: പ്രിയരെ, ഞാൻ ചങ്ങലയിൽ കിടക്കുമ്പോൾ, ചങ്ങല ധരിച്ചു കിടക്കുമ്പോൾ ഞാൻ പറയുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. പൗലോസിനൊക്കെ പ്രാർത്ഥനയുടെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ച് നമുക്ക് അല്ലെങ്കിൽ ചോദിക്കാം പൗലോസിനോട്. പക്ഷെ പൗലോസ് പറയുന്നു, പ്രേ ഫോർ മീ. എന്തിനു വേണ്ടിയാ പ്രാർത്ഥിക്കുന്നതെന്ന് അറിയാമോ? ഫോർ വിച്ച് pray on behalf that utterance may be given to me in the opening of my mouth to make known with boldness
ദ മിസ്റ്ററി ഓഫ് ദി ഗോസ്പൽ. പോർക്കളത്തിൽ മനസ്സ് ക്ഷീണിച്ചിരിക്കുന്ന പടയാളിയെ കൊണ്ട് ആവശ്യമില്ല. ധൈര്യമില്ലാത്ത പടയാളിയെ കൊണ്ട് പോർക്കളത്തിൽ ആവശ്യമില്ല. അപ്പോൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. എന്തിന്? ദൈവത്തിന്റെ വേല ചെയ്യുന്ന ദൈവഭൃത്യന്മാർക്ക് കറേജ് ലഭിക്കുവാൻ വേണ്ടി, ധൈര്യം ലഭിക്കുവാൻ വേണ്ടി. ഹല്ലേലൂയ. ഞാൻ ഭാഗമാ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഡാനിയൽ ആൻഡ് പോളിൻ ഒരു ഭാര്യയും ഭർത്താവുമാണ്. അവരുടെ മകൻ സ്തോത്രം ഒരു ചാപ്ലിനായിട്ട് US മിലിറ്ററിയിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ്. യുദ്ധത്തിന് വേണ്ടി പോയിരിക്കുന്ന ഒരു സബ്മറീനിലാണ് അവൻ സെർവ് ചെയ്യുന്നത്. എന്നും അവരുടെ പ്രാർത്ഥന, ഡാനിയലും പോളിനും എന്നും രാത്രിയിൽ പ്രാർത്ഥിക്കുന്നു, ലോർഡ് കീപ് അവർ സൺ സേഫ്, കീപ് അവർ സൺ സേഫ്. ദൈവമേ, ഞങ്ങളുടെ മകനെ സൂക്ഷിക്കണമേ, ഞങ്ങളുടെ മകനെ സൂക്ഷിക്കണമേ. എന്നാൽ ഒരു രാത്രിയിൽ അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ആത്മാവ് അവരുടെ നാവിൽ പറഞ്ഞു കൊടുത്തു, ഡോണ്ട് പ്രേ ടു കീപ് ഹിം സേഫ്. അവനെ ഒരു ബുദ്ധിമുട്ടും വരാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാതെ, കർത്താവെ ഞങ്ങളുടെ മകന് ധൈര്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. പ്രേ ദാറ്റ് ഹി ഹാസ് കറേജ്, പ്രേ ദാറ്റ് ഹി ഹാസ് കറേജ്. സംഭവിച്ചത് അത് യുദ്ധത്തിൽ ആ കപ്പൽ തകരുവാൻ, ആ സബ്മറീൻ തകരുവാൻ ഇടയായി തീർന്നു. ഈ ദൈവഭക്തൻ പാട്ട് പാടിക്കൊണ്ട് യുദ്ധത്തിന്റെ നടുവിൽ ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയി. ഡാനിയലും പൗളിനോട് അന്ന് ദൈവാത്മാവ് പറഞ്ഞു, പ്രേ ഫോർ യുവർ സൺ ടു ഹാവ് കറേജ്. സ്തോത്രം. നമ്മൾ പ്രാർത്ഥിക്കുന്ന മുഴുവനും നമ്മുടെ ജഡത്തിന്റെ കാര്യങ്ങളാണ്, നമ്മുടെ ഫ്ലഷിന്റെ കാര്യങ്ങളാണ്. എങ്ങനെങ്കിലും രക്ഷപ്പെട്ടു പോയാൽ മതി എന്നുള്ള ചിന്തയാ. എന്നാൽ ഇന്ന് രാത്രി ദൈവം പറയുന്നു, രക്ഷപ്പെട്ടു പോകാനുള്ള ചിന്തയല്ല. പ്രേ ദാറ്റ് വി വിൽ ഹാവ് കറേജ്. സ്തോത്രം. എല്ലാ കണ്ണുകളും ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ അടയട്ടെ. ഹല്ലേലൂയ. മനസ്സ് ക്ഷീണിച്ച, കവേർഡായിരിക്കുന്ന, ഭീരുവായിരിക്കുന്ന ഒരു പടയാളിയെ പോർക്കളത്തിൽ ആവശ്യമില്ല. ബലഹീനനാണോ നീ? ഇന്ന് രാത്രി ബലം പകരുന്ന കർത്താവ് നിന്റെ കൂടെയുണ്ട്. സ്തോത്രം. നീ ഒന്നുമില്ലാത്തവനായ യുദ്ധകളത്തിൽ നിൽക്കുകയാണോ? നിന്നെ സർവായുധ വർഗം കൊണ്ട് ധരിപ്പിക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. സ്തോത്രം. നിനക്ക് ചില കാര്യങ്ങളൊന്നും വ്യക്തമാകുന്നില്ലേ? ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങുക, ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങുക. ബി അലേർട്ട്, ബി അലേർട്ട്. പിശാചിന്റെ തന്ത്രങ്ങളെ നീ അറിയാത്തവനല്ല. അതുകൊണ്ട് ഉറങ്ങിപ്പോകാതെ ഉണർന്നിരിപ്പീൻ എന്നാണ് വചനം പറയുന്നത്. ഹല്ലേലൂയ. നീ ഭീരുവായ ഒരു പടയാളിയായി തീരാതെ പൗലോസ് പ്രാർത്ഥിച്ച പോലെ പ്രാർത്ഥിക്കുക. സോ ദാറ്റ് ബോൾഡ്നെസ് മേ ബി ഗിവൻ. ധൈര്യം ഉണ്ടാകേണ്ടതിന്. മാർട്ടിൻ നെയ്മുള്ളർ എന്ന് പറയുന്ന ദൈവത്തിന്റെ ഭക്തനെ ഹല്ലേലൂയ അവർ ഒരു കാരാഗ്രഹത്തിനകത്ത് അടച്ചു. ശുശ്രൂഷ അവസാനിച്ചു എന്ന് മാർട്ടിൻ നെയ്മുള്ളർ വിചാരിച്ച സമയത്ത് ചരിത്രത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, തന്നെ പാർപ്പിച്ചിരുന്ന മുറിക്കകത്ത് ഒരു വിൻഡോ പോലുമില്ല, ഒരു ചെറിയ വെന്റിലേഷൻ ഗ്രില്ലുകളുണ്ട്. ആരെങ്കിലും പുറത്തുകൂടെ നടന്നു പോകുന്നത് കേൾക്കുമ്പോൾ മാർട്ടിൻ നെയ്മുള്ളർ കട്ടിലേൽ കയറി ഈ ഗ്രില്ലിൽ കയറി പിടിച്ചുകൊണ്ട് ദൈവത്തിന്റെ വചനം വിളിച്ചു പറയും. ചരിത്രം ഇങ്ങനെ പറയുന്നു, ആ വചനം വിളിച്ചു പറയുന്ന കേട്ട പടയാളികളൊക്കെ മാനസാന്തരപ്പെടുവാൻ ഇടയായി തീർന്നു. യു മേ നോട്ട് ഹാവ് ഒത്തിരി ഒരു വലിയ റൂം ഒന്നും നിനക്കില്ലായിരിക്കും. നിനക്കൊരു വലിയ ഹല്ലേലൂയ എക്സ്പോഷർ ചെയ്യത്തക്കവണ്ണമുള്ള ഒരു സ്ഥലമൊന്നും ഇല്ലായിരിക്കും. ഒരു ചെറിയ ഗ്രില്ലായിരിക്കും ഉള്ളത്. ആ ഗ്രില്ലിൽ കൂടെ നീ ദൈവത്തിന്റെ വചനം പുറത്തേക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക. അത് ചെന്നെത്തുന്ന ഇടത്ത് ഒരു വലിയ ദൈവപ്രവൃത്തി നടക്കുന്നുണ്ടെന്ന് ഈ രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്, നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. റുഖമന ശബ്ദനാദന റഗൽഖമനഗസിയാദന. ഈ ഭാഗം അവസാനിക്കുമ്പോൾ ഹല്ലേലൂയ പൗലോസ് പറയുന്നു, നമ്മുടെ കർത്താവിനെ അക്ഷയമായി സ്നേഹിക്കുന്നവരോട് കൂടെ ദൈവത്തിന്റെ കൃപ ഇരിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപ ഇരിക്കുമാറാകട്ടെ. ദൈവത്തെ അക്ഷയമായി സ്നേഹിക്കുന്നവർ. Hallelujah. Every soldier fights for his nation. എല്ലാ പടയാളിയും യുദ്ധം ചെയ്യുന്നത് അവന്റെ രാജ്യത്തിന് വേണ്ടിയാണ്, അവന്റെ രാജ്യത്തിന് വേണ്ടിയാണ്. നാം യുദ്ധം ചെയ്യുന്നത് നമ്മുടെ അരിമനാഥന് വേണ്ടിയാ, ദൈവസഭയ്ക്ക് വേണ്ടിയാ. ഹല്ലേലൂയ. നിത്യതയ്ക്ക് വേണ്ടിയാ നാം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. പടയാളിയെ രാജ്യസ്നേഹമാണ് നയിക്കുന്നെങ്കിൽ നമ്മെ നയിക്കുന്നത് ക്രിസ്തു സ്നേഹമാണ്. It's Christ's love that is leading us. Christ's love that is leading us. ഒരു ദൈവഭക്തനോട് തന്റെ ജീവിതാവസാനത്തിൽ ചോദിച്ചത് ഇങ്ങനെയാണ്,
വാട്ട് ഡു യു വാണ്ട് മോർ? വാട്ട് ഡു യു വാണ്ട് മോർ? അദ്ദേഹം പറഞ്ഞത്, ജീസസ് ലവ്സ് മീ, ഐ ലവ് ജീസസ്, വാട്ട് മോർ ഡു ഐ വാണ്ട്? ഞാൻ യേശു എന്നെ സ്നേഹിക്കുന്നു, ഞാൻ എൻ്റെ യേശുവിനെ സ്നേഹിക്കുന്നു, ഇതിലപ്പുറം എനിക്ക് മറ്റൊന്നും വേണ്ട. ഹല്ലേലൂയ. I need nothing more. Jesus loves me. യേശു എന്നെ സ്നേഹിക്കുന്നു, ഞാൻ എൻ്റെ കർത്താവിനെ സ്നേഹിക്കുന്നു. പരിശുദ്ധ കർത്താവെ, ഇന്ന് രാത്രിയിലും ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ, ശ്രദ്ധിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങൾക്ക് കൃപ ചെയ്തതിനാൽ ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവസഭ ക്രമീകരിച്ച ഈ പ്രാർത്ഥനകളുടെ മൂന്നാമത്തെ യാത്രയില്, ഈ ആരാധനയോടുള്ള ബന്ധത്തിൽ ദൈവസന്നിധിയിൽ ഞങ്ങൾക്ക് ഒരുമിച്ചായിരിക്കുവാൻ കർത്താവ് കൃപ ചെയ്തതിനാൽ ഞങ്ങൾ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ബലഹീനരാകുമ്പോൾ ബലം പകരുന്ന ദൈവത്തിന്റെ ശക്തി. ഹല്ലേലൂയ. ഞങ്ങൾ ഹല്ലേലൂയ പടച്ചട്ടയില്ലാതെ പോർക്കളത്തിൽ ഇറങ്ങുമ്പോൾ, ക്രിസ്തുവിനെ ഞങ്ങൾ ധരിക്കുമ്പോൾ, ഞങ്ങൾ ശക്തരാകുമ്പോൾ, ഹല്ലേലൂയ ഞങ്ങളുടെ ആത്മാവിലെ പ്രാർത്ഥനയിൽ, ഞങ്ങളുടെ എല്ലാ ഉറക്കങ്ങളുടെ നടുവിൽ അല്ല, ഹല്ലേലൂയ ഞങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ശത്രുവിനെ, അവന്റെ തന്ത്രങ്ങളെ ഞങ്ങൾ എതിർക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ മനസ്സ് ക്ഷീണിക്കുമ്പോൾ, ഞങ്ങളുടെ മനസ്സ് ധൈര്യം കുറയുമ്പോൾ, ഞങ്ങൾ തമ്മിൽ ചേർന്നിട്ട് പ്രാർത്ഥിച്ച് ഒരു ആത്മക്കരുത്ത് ഞങ്ങൾ പകരുന്നതിനാൽ സ്തോത്രം. ദൈവമേ, ഹെബ്രോൻ ദൈവസഭയെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമക്കൾ, യൗവനക്കാരായ കർത്താവിന്റെ ദാസന്മാർ ഒരുമിച്ച് ചേർന്ന് ആരംഭിച്ച ഈ ദൈവസഭ ആ ദേശത്തെ പിടിച്ചു കുലുക്കുന്ന വിധത്തിൽ ഒരു ആത്മീക ഹല്ലേലൂയ പ്രസ്ഥാനമായി ആ ദേശത്ത് വർദ്ധിക്കുവാൻ ദൈവം കൃപ ചെയ്യുമാറാകണമേ. ലോർഡ്, ലെറ്റ് ഇറ്റ് നോട്ട് ബി an organization, but let it be a living organism. ഹല്ലേലൂയ. അത് ജീവനുള്ള ദൈവത്തിന്റെ ഇടപെടലുള്ള ഒരു സ്ഥലമാക്കി ദൈവം അതിനെ മാറ്റുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദാസനെയും ദൈവസഭയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഈ 3 ദിനങ്ങളിലും ദൈവത്തിന്റെ വചനം നിങ്ങളുമായി പങ്കുവെക്കുവാൻ അവസരങ്ങൾ ഒരുക്കി നൽകി തന്ന കർത്താവിന്റെ ദാസനോടും ദൈവസഭയോടും പ്രത്യേകമുള്ള നന്ദി അറിയിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.